ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒത്തിരി കാര്യമുണ്ട്, അതെല്ലാം പറയാൻ നേരമില്ല. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 2-3 കാര്യം അറിഞ്ഞേച്ചേ പോകാം. ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പോഴാണെങ്കിൽ ദൈവമക്കളെ അറിയേണ്ടാത്തതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. അറിയേണ്ടതൊന്നും അറിയുന്നില്ല. ആവശ്യമില്ലാത്തതെല്ലാം അറിയാൻ എന്തോ ഒരു താല്പര്യമാണെന്നറിയാമോ? അടുത്ത കാലത്തൊരു ഉപദേശി പ്രായമുണ്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മൊബൈൽ ഇതായതുകൊണ്ട് എനിക്കൊന്നും ഇപ്പം അറിയാൻ പറ്റുന്നില്ലെന്ന്. എൻ്റെ ചെറിയ മൊബൈൽ, അപ്പം അതിനകത്തെല്ലാം ഒന്നും. ഞാൻ പറഞ്ഞു, ഇപ്പം പ്രായം എത്രയായി, ഇനിയിപ്പം അതൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. ദൈവത്തെ വിളിച്ച് അങ്ങോട്ടെങ്ങാനും പോകാൻ നോക്കും. അപ്പം ആൾക്കാർക്കെല്ലാം ഇതാ ജിജ്ഞാസ. എന്നാൽ ദൈവമക്കൾ അറിയേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട്. ഇവിടെ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുക, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിക്ക് തള്ളിയിട്ടു കളഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്നാമത് അറിയേണ്ട കാര്യം, അവരെ തെളിയിട്ടു. അത് നിങ്ങൾ അറിയണം. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ നമുക്കറിയാം, പ്രാരംഭത്തിൽ 4 സുവിശേഷങ്ങൾ. ആ സുവിശേഷം യേശുക്രിസ്തു. ആ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രം ഏക രക്ഷകൻ, ക്രിസ്തു മാത്രം രക്ഷിതാവ്. യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് മനുഷ്യകുലത്തിന് രക്ഷ. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യങ്ങൾ കൊണ്ടൊന്നും ആരും രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ആ രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കളാണ് ഇന്ന് രാത്രി ഈ പന്തലിൽ ഇരിക്കുന്നതും ദൂരത്തിരുന്ന് കേൾക്കുന്നതിൽ സിംഹഭാഗം ആൾക്കാരും. ആ രക്ഷാനിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഇത് അവർക്കൊരവസരമായി തീരട്ടെ. 5 പൈസ കൊടുക്കുകയോ ഒന്നും കൊടുക്കണ്ട, ഹൃദയം യേശുവിനായി സമർപ്പിക്കുക. യേശുവേ, ഞാനൊരു പാപിയ, എൻ്റെ പാപം ക്ഷമിച്ച് എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അതാണ് സുവിശേഷം, രക്ഷ. അതിന് കിഴക്കോട്ട് ഒന്നും പോകണ്ട, പടിഞ്ഞാട്ട് ഒന്നും പോകണ്ട. സ്തോത്രം. അതും ഇതെല്ലാം എടുത്തോണ്ട് വടക്കോട്ടും പോകണ്ട, തെക്കോട്ടും ഒന്നും പോകണ്ട, ഒന്നും കൊടുക്കുകയും വേണ്ട, ഹൃദയം കൊടുത്താൽ. സ്തോത്രം, സ്തോത്രം. ആത്മാവിനെ കരുതിടാതെ അന്തമോർഗാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർഗാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ. ഭൂലോകത്തെക്കാളധികം വിലയുള്ള നിന്റെ, ഭൂലോകത്തെക്കാളധികം വിലയുള്ള നിന്റെ ആത്മാവിനെ കരുതിടാൻ അന്തമെന്താകും, ആത്മാവിനെ കരുതിടാൻ അന്തമെന്താകും. അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം, അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം. അധികവാസം യുഗത്തിലില്ലേ ഒടുവിലെന്താകും, അധികവാസം യുഗത്തിലില്ലേ ഒടുവിലെന്താകും. പഴയ പാട്ടാ, നിങ്ങൾ കൂടെ പാടുവന്ന ഞാൻ ധരിച്ചത്. നിങ്ങൾ അറിയാൻ പാടില്ലാണ്ടല്ല, ഞാൻ പാടുന്ന ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അത് നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒത്തോ? ആ അമ്മ എവിടെ ഇരുന്ന് പാടിയെന്നാ പറഞ്ഞത്, കേട്ടില്ല. ഇന്നാലും പാടിയല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കുന്നുമ്മലം കയറി വന്ന് 2 ചീല് പാടിയല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയില്ല.
പള്ളി പണിയാൻ സ്ഥലം കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയില്ല. കുരിശും തൊട്ടി ഞങ്ങളുടെ പുറകിടത്തില്ല, അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ തല്ലിപ്പൊളിക്കൊന്നും വേണ്ട, സ്വർഗത്തിൽ പോകുകയില്ല. എൻ്റെ അപ്പൻ പാസ്റ്ററാണ്, വല്യപ്പൻ സെൻട്രൽ പാസ്റ്റർ, നല്ല കാര്യം, സ്വർഗത്തിൽ പോകുകയില്ല. തോമാസലിക ഞങ്ങളുടെ പുറകിടത്തിൽ കൂടെ പണ്ട് പോയിട്ടുണ്ട്, 52 ചുമ്മാതാ. നീ പോയെങ്കിൽ അങ്ങനെ പോട്ടെ, സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്തോത്രം. വീട്ടുപേര് കുരിശുമൂട്ടിലായതുകൊണ്ടും സ്വർഗത്തിൽ പോകുകയില്ല. വീട്ടുപേരൊന്നും മാറ്റണ്ട. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പെന്തിക്കോസി വന്നത് കൊണ്ടും സ്വർഗത്തിൽ പോകുകയല്ല, രക്ഷിക്കപ്പെടണം. അതാ ദൈവം വെച്ച വ്യവസ്ഥ. ആട്ടെ, ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ പ്രാരംഭത്തിൽ സുവിശേഷം, 4 സുവിശേഷങ്ങൾ. ആ സുവിശേഷത്താൽ ഈ മാർഗത്തിൽ വന്ന ശ്ലീകന്മാര്, കർത്താവ് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് 12 പേരെ തിരഞ്ഞെടുത്തു. തന്നോട് കൂടെ ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളുടെ മേ കൈവച്ച് സൗഖ്യം വരുത്തുവാൻ, ദൈവവചനം പ്രസംഗിപ്പാൻ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കപ്പെട്ട ശ്ലീകന്മാരാൽ, അപ്പോസ്തോലന്മാരാൽ നടന്ന സംഭവങ്ങളാണ് അപ്പോസ്തോല പ്രവർത്തികൾ എന്ന പുസ്തകം. ഇതിന് വേറെ പഠിതാക്കൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്ന ഒരു പ്രയോഗം കൂടി പുസ്തകത്തിന് കൊടുത്തിട്ടുണ്ട്. കാരണം അപ്പോസ്തലന്മാരുടെ കയ്യാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിരവധി അത്ഭുതങ്ങൾ നടന്നു. അവരെ കൊണ്ട് ചെയ്ത പ്രവർത്തികളാണ് ഈ 10-28 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. അങ്ങനെ അപ്പോസ്തലന്മാരാൽ നിരവധി സഭകൾ ഉടലെടുത്തു. ധാരാളം സഭകൾ. ആ സഭകൾ കറതീർന്ന ഉപദേശത്തെ നിലനിൽക്കുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി സഭ ഒരുക്കപ്പെടുവാൻ, സഭ വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെടാതെ ചേർത്ത് കൊള്ളപ്പെടുവാൻ ദൈവാത്മ നിയോഗത്താൽ, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയ ലേഖന പരമ്പരകൾ, ഏതാണ്ട് 21 ലേഖനങ്ങൾ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. അതാണ് ലേഖന പരമ്പരകൾ. ഈ ലേഖനങ്ങളെ തന്നെ നമുക്ക് വേഗത്തിൽ പഠിപ്പാൻ, ക്രമീകൃതമായി പഠിപ്പാൻ വേദപുസ്തകം പഠിപ്പിക്കുന്ന ആൾക്കാരെ തരംതിരിച്ച് തന്നിട്ടുണ്ട്. അത് ഇടയ ലേഖനങ്ങള്, കാരാഗ്രഹ ലേഖനങ്ങള്, തർജ്ജന ലേഖനങ്ങള്, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനങ്ങൾ, ഇങ്ങനെ തരംതിരിച്ച് പഠിപ്പിക്കും. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് ധന്യനായ പൗലോസാണ്. അത് വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. പൗലോസാണ് കൂടുതൽ ലേഖനം എഴുതി. നിങ്ങൾ ഒരു ഈ അന്തരീക്ഷത്തിരിക്കല്ലേ, പൗലോസ് എത്ര ലേഖനം എഴുതിയെന്നാ? ആരാണ്ടാണ് പറഞ്ഞു? എത്രയാ? ആരാ പറഞ്ഞു? കൈ നോക്കി. പൗലോസ് 14 ലേഖനങ്ങൾ എഴുതി. ഇനി പൗലോസിന്റെ ലേഖനങ്ങളെ തരംതിരിച്ച് പഠിക്കുമ്പോൾ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. കൊരിന്ത് ലേഖനം, ഗലാത്യ ലേഖനം, എബ്രായ ലേഖനം. ഇത് 3ഉം തർജ്ജന ലേഖനമാണ്. തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. തർജ്ജന ലേഖനത്തിൽപ്പെട്ട ലേഖനമാണ് കൊരിന്ത് ലേഖനം. ആ കൊരിന്തിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചിരിക്കുന്നത്. കൊരിന്ത് സഭ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് എന്ന് പറയുന്നതിൽ തർക്കമില്ല. കാരണം ഈ സഭയുടെ വിശേഷത ധാരാളമുണ്ട്. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, കണ്ണിക തുടങ്ങുന്നിടത്ത്, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കൊരിന്ത്യരോട് പറയുക, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും, ഏറ്റവും വലിയ കൃപ യേശുവിന് രക്ഷിതാവായി സ്വീകരിച്ചതാ. ഈ മാർഗത്തിൽ വന്നതാ ഏറ്റവും വലിയ കൃപ. അതുകൊണ്ട് പെന്തിക്കോസുകാർ, ദൈവമക്കൾ പറയരുത്, അമ്മാമേ എനിക്ക് ഒരു കൃപയില്ലെന്ന്. നീ രക്ഷിക്കപ്പെട്ടത് കൃപയാ. സ്തോത്രം ഇല്ലേ? എന്റെ ഭാഷ എനിക്കൊരു കൃപ
ഇല്ല, എൻ്റെ കൂടെ ഇറങ്ങിയ തങ്കച്ചനാന്നേ പ്രവചിച്ച് ഇപ്പം അങ്ങ് ആൻഡമാനസ് വരെ എന്ന് പ്രവചിക്കുക. അത് തങ്കച്ചന് പ്രവചനത്തിന്റെ കൃപയുണ്ട്, നീ കൃപയുള്ള ആളാ. ഈ ഇതിനകത്ത് വന്ന് എല്ലാവർക്കും കൃപയുണ്ട് ഇല്ലേ? പണ്ട് കോവൂര് കുഞ്ഞോളച്ചമ്മ പറഞ്ഞൊരു സംഭവമുണ്ട്. കോവൂര് യോഗം നടക്കും, വാവച്ചാനും ഒക്കെ ഉള്ള സമയത്താണ്, കാവുംഭാഗത്ത്. അപ്പോൾ അനേക പ്രിയപ്പെട്ടവരവിടെ യോഗത്തിന് വരും. കുഞ്ഞോളച്ചമ്മയ്ക്ക് പ്രവചന ശുശ്രൂഷയുണ്ട്, കൺവെൻഷന് പ്രസംഗിക്കും, വചനം പറയും, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം വിട്ടുപോകും. ഇങ്ങനെയൊക്കെ നല്ല അധികാരത്തിന്റെ ശുശ്രൂഷയും മേരി കോവൂര്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ മല്ലപ്പള്ളിയിൽ നിന്ന് ഒരപ്പച്ചൻ അവിടെ വരും, മല്ലപ്പള്ളിക്കാരൻ. അപ്പൊ അപ്പച്ചൻ വെറുതെ വരത്തില്ല, അപ്പച്ചൻ എല്ലാ ആഴ്ചയിലും എവിടെ നിന്നേലും 3-4 പേരെയും കൂട്ടിക്കൊണ്ടേ വരുമ്പോൾ, അതെല്ലാം രോഗമുള്ളതും ഭൂതം പിടിച്ചതും ഒക്കെയാണ്. അതിനെയൊക്കെ അപ്പച്ചൻ കൊണ്ടുവരും. കുഞ്ഞോളച്ചമ്മ ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കും, വരുന്നവർക്കെല്ലാം ദൈവം വിടുതലും കൊടുക്കും. അപ്പച്ചൻ ഒരു സൈഡിൽ കസാരയിട്ട് അനങ്ങാതിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഈ യോഗമെല്ലാം അപ്പച്ചൻ അനങ്ങോ ബഹളോ ഒന്നുമില്ല. ഒരിക്കൽ യോഗം നടന്നുകൊണ്ടിരുന്നപ്പം ഭാവിച്ചാനാന്നോ കുഞ്ഞോളച്ചമ്മയാന്നോ പറഞ്ഞു, ഇന്ന് നിങ്ങളെല്ലാവരും സാക്ഷ്യം പ്രസ്താവിക്കണം. അതിലെ സാക്ഷ്യത്തിൽ ഊന്നൽ കൊടുത്ത് പറയണം, നിങ്ങൾക്ക് എന്തോ കൃപയുണ്ട്, വെളിപ്പാടാന്നോ ദർശനമാണോ സഹായം ചെയ്യാനുള്ളതാണോ എന്തുവാ കൃപാവരം. ഓരോരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് വെളിപ്പാടുണ്ട്, ഒരാൾ പറഞ്ഞു എനിക്ക് ദർശനമുണ്ട്, ഒരാൾ പറഞ്ഞു എനിക്ക് പ്രവചനമുണ്ട്. ഇങ്ങനെ പറഞ്ഞത് ചിലരെ അറിയുകയും ചെയ്യും. എല്ലാവരും ഇങ്ങനെ സാക്ഷി പറഞ്ഞ് ഒടുവിൽ ഈ അപ്പച്ചൻ്റെ ഊഴം വന്നപ്പം ആൾക്കാരെല്ലാം ചിന്തിച്ചു, പുള്ളി ഇനി എന്നാ കൃപയുണ്ടെന്ന, കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, വന്ന് ചുമ്മാ അനങ്ങാതെ ഇരിക്കുക, പുള്ളിക്ക് എന്നാ കൃപയുള്ളവരെല്ലാം കിടന്ന് മേപ്പൊട്ടിക്കപ്പെട്ട് ചാടുകയും കുത്തിമറിയുകയും. അപ്പം അനങ്ങാതിരിക്കുന്ന വലിയപ്പൻ എന്തോ കൃപയാണ്. അപ്പം അപ്പച്ചൻ്റെ കൂടെ വന്നപ്പോൾ അപ്പച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കോവൂരുകാർക്കെല്ലാം ദൈവകൃപയുണ്ട്, ഇവിടെ വരുന്നവർക്കും കൃപയുണ്ട്. അത് ഞാൻ കുറേ നാളുകളായിട്ട് അനുഭവിച്ചും കണ്ടും ഇരിക്കുകയാണ്. ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗി സൗഖ്യമാകുന്നു, അനേകർ രക്ഷിക്കപ്പെടുന്നു, കുഞ്ഞോളച്ചമ്മയും പ്രാർത്ഥിച്ച് വിടുതൽ നടക്കും. നിങ്ങൾക്കെല്ലാം കൃപാവരമുണ്ട്, എനിക്കും ഒരു കൃപാവരമുണ്ട്. അപ്പം എല്ലാവരും ജിജ്ഞാസയോടെ അപ്പച്ചനെ ഒന്നുകൂടെ നോക്കി. അപ്പച്ചൻ പറഞ്ഞു, എനിക്കുള്ള കൃപ. മല്ലപ്പള്ളിയിലും കീഴ്വായ്പൂരും പടതോടുമൊക്കെ ഭൂതം പിടിച്ച് കിടക്കുന്നതിന് വീട്ടിൽ ചെന്ന് ആമൻ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് ആമൻ ബസ്സേ കയറ്റി കോവൂര് കൊണ്ടിറക്കുന്നതാണ് എൻ്റെ കൃപ. അതൊരു കൃപയാ. ഭൂതം പിടിച്ചവനെയും വ്യാഴ് പിടിച്ചവനെയും എല്ലാം വീട്ടിൽ ചെന്ന് തേച്ച് കുളിപ്പിച്ച്, കാരണം സുബോധിയൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്, അതിൻ്റെ പരിവർത്തനവരെ കൈകാര്യം ചെയ്ത് തേച്ച് കുളിപ്പിച്ച്, ഷേവ് ചെയ്യണേ ഷേവ് ചെയ്യിപ്പിച്ച്, തലമുടി വെട്ടണേ തലമുടി വെട്ടതിനെല്ലാം കൊണ്ട് ബസ്സേ കയറ്റി കോവൂര് കൊണ്ട് ഇറക്കി കൊടുക്കുന്നത് അപ്പച്ചൻ്റെ കൃപ. നീ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അതും ഒരു കൃപയാണ്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപയുണ്ട്, എല്ലാവർക്കും കൃപയുണ്ട്. കരമുയർത്ത് ദൈവത്തിന് മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്നു ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോദമായി ഇന്നു ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോദമായി വന്നു തിന്നു തൃപ്തനായി എത്രയോ ഭാഗ്യവാൻ പന്നി തിന്ന ഭോജ്യവും അന്നു ഞാൻ കൊതിച്ചത്, പന്നി തിന്ന ഭോജ്യവും അന്ന് ഞാൻ കൊതിച്ചത്, എന്നേക്കുമോയ് മറന്നു പോയി. കൃപയും അവസുതനായി കൃപയുള്ള യഹോവേ, മമ്മ നല്ല പിതാവേ ദേവാ, കൃപയും ഞാൻ അവസുതനായി ഞാൻ കൃപയുള്ള യഹോവേ ദേവാ.
മോദമായി മോദമായി ഇന്നു ഞാൻ നിന്നു ഭൂപന്തിയിൽ മോദമായി മോദമായി വന്നു തിന്നു തൃപ്തനായി എത്രയോ ഭാഗ്യവാൻ ഭാഗ്യവാൻ പന്നി തിന്ന ഭോജ്യവും അന്ന് ഞാൻ കൊതിച്ചത് പന്നി തിന്ന ഭോജ്യവും അന്ന് ഞാൻ കൊതിച്ചത് എന്നേക്കുമായി മറന്നു പോയി ദേവാ കൃപ കൃപയും താപസുതനായി കൃപയുള്ള യഹോവേ ദേവാ മമ നല്ല പിതാവേ ദേവാ കൃപ കൃപയും കൃപയുള്ള യഹോവേ ദേവാ. കരമുയർത്തി ഈ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. റോസമ്മാമ്മ കയറ്റം കയറി കുഴഞ്ഞു വന്നിരിക്കുക. ശ്വാസം വിടാൻ മേലെന്നാ തോന്നുന്നത്. മമ്മയുണ്ട്, രണ്ടുപേരും ഉണ്ട്. സ്തോത്രം. എന്നാൽ ഈ കുന്ന് കയറി വന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മകത്ത്. അവിടുത്തെ യോഗം കുന്നല്ല, നമുക്ക് നിരപ്പ. അപ്പൊ ശ്രദ്ധിക്കുക. 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ ദൈവദാസി, വായിച്ചാട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. കൃപ എന്ന് പറയുമ്പോ തന്നെ ദൈവമക്കൾക്ക് മനസ്സിലാകും അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിച്ചതാ. നമുക്ക് യാതൊരു അർഹതയില്ലായിരുന്നു. നമ്മളെക്കാൾ മിടുക്കന്മാർ ഈ ദേശത്തുണ്ട്. അവർക്ക് ലഭിക്കാത്ത ദൈവം നമുക്ക് തന്നത്. റാന്നിയിലെ ഉന്നതന്മാരുണ്ട്, വിശേഷിച്ച് റാന്നി, വലിയകാവ്, ഈ കരിങ്കുറ്റിക്കല്, പിന്നെ നമ്മുടെ അപ്പുറത്തെ സ്ഥലത്തിൻ്റെ പേരെന്നാ ആ ചിറക്കപ്പടി. സ്തോത്രം. പിന്നെ അങ്ങോട്ട് എല്ലക്കാട്, പന്നമരുതി, അങ്ങോട്ട് ഇഷ്ടം പോലെ. ഇവിടെ എല്ലാം മിടുക്കന്മാർ ഒത്തിരി ഉണ്ട്. ഏക്കർ കണക്കിന് സ്വത്തുള്ളവർ ഉണ്ട്. അന്നേരം 5.5 സെന്റ് ഉള്ളത് അങ്ങ് ഇവിടെ ഇരുന്ന് ആത്മാവിലാകുന്ന കൃപയാ ഇല്ലേ? അല്ലേ എലിയാ പറ. സ്തോത്രം. ഏക്കർ കിടക്കാൻ അവിടെ വസ്തു കിടക്കുന്ന പുള്ളി പരുവക്കേട് കിടക്കുമ്പോൾ 2 സെന്റുള്ള അമ്മ എവിടെ ഇരുന്ന് ആത്മാവിൽ നിന്നെല്ലാം നൃത്തം ചെയ്യുക. അതാ കൃപ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. 3 നില വീട് വെച്ച് മേളത്തെ നില ലിഫ്റ്റ് വഴിയാ കറിയാച്ചൻ കയറി പോകുന്നത്. പക്ഷെ ഇന്ന് വരെ വാ തുറന്നിട്ട് സ്തോത്രം പറഞ്ഞിട്ടില്ല. ലക്ഷം വേണ്ടി കിടക്കുന്ന അമ്മ അറിഞ്ഞു പിടിച്ചു ഗ്ലോറി ഗ്ലോറി എന്ന് പറയാം. അതാ ദൈവകൃപ. മനസ്സിലായോ? ഉന്നതന്മാര്, മിടുക്കന്മാര്, ശ്രേഷ്ഠന്മാര്, കുലീനന്മാരും ഒക്കെ ഇത് തട്ടിക്കളഞ്ഞപ്പോൾ ഭാഗ്യവശാൽ നമുക്കിത് ലഭിച്ചു. ഞാൻ മിക്കയിടത്തും പറയും, ഞങ്ങളുടെ നാട്ടിലെ മിടുക്കന്മാരും ഉന്നതന്മാരും ഒത്തിരി ഉണ്ട്. കായൽ രാജാവും മുരിക്കൻ. ഞാൻ കേട്ടിട്ടില്ലേ? കായൽ രാജാവ്, മുരിക്കൻ. ഇഷ്ടംപോലെ കായൽ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. കുട്ടനാട്ടിൽ കായൽ എന്നാ പറയാൻ. കാരണം വേമ്പനാട്ട് കായൽ നികത്തിയതാ. ചിത്തിര മാർത്താണ്ഡ റാണി 3 കായൽ പുള്ളിയുടെ സ്വന്തമായിരുന്നു. പിന്നെ 52-ലാന്ന് തോന്നുന്നു ഗൗരിയമ്മയുടെ കാലത്ത് ഭൂപരിഷ്കരണ നിയമമൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് ഇത് മിച്ചഭൂമിയായിട്ട് കൊടുത്തത്. പുള്ളി തന്നെ കുത്തിയെടുത്തതായിരുന്നു ആൾക്കാരെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ 10,000 ഏക്കർ ഇങ്ങനെ കിടക്കുക. പിന്നെ അല്ലാതെ വേറെ. പക്ഷേ അവിടുത്തെ അദ്ദേഹത്തിന് ലഭിക്കാത്ത കൃപയാ എനിക്ക് ലഭിച്ച്. എനിക്ക് ഒരു പറ കണ്ടാൻ പോലും ഇല്ല. സ്തോത്രം. സ്തോത്രം. അതാ ദൈവകൃപ. കുട്ടനാട്ടിലെ വിദ്യാ നിപുണന്മാർ ധാരാളമുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിൽ ഒരാളാണ്, ഒത്തിരി പേരുണ്ട്. അതിൽ ഒരാളുടെ പേര് IC ചാക്കോ. പുളുങ്ങുന്നുകാരനാ IC ചാക്കോ. അദ്ദേഹം 1800-കളിൽ ലണ്ടനിൽ പോയി പഠിച്ച ആളാ. 800-ലെ ഭൂഗർഭശാസ്ത്രത്തെ പറ്റി, ജിയോളജിക്കല് 1800-കളിൽ. നമ്മളിപ്പോൾ ലണ്ടൻ എന്ന് എഴുതിയാൽ തെറ്റും, വായിച്ചാലും ഒക്കുകയല്ല. ലണ്ടൻ എന്ന ഇന്നാള് ലണ്ടൻ എന്നൊരാൾ വായിച്ചു. എന്താ ലണ്ടൻ? അതുപോലെ നമുക്ക് നേരും ചൊവ്വിനും അറിയാമല്ല. അന്നേരം ആ മാന്യ മനുഷ്യൻ 1800-കളിൽ ലണ്ടനിൽ പോയി പഠിച്ചു വന്ന IC ചാക്കോ. പക്ഷെ അദ്ദേഹത്തിന് ലഭിക്കാത്ത ദൈവകൃപ നമുക്ക് ലഭിച്ചു. അതാ ദൈവകൃപ. സ്തോത്രം. MS സ്വാമിനാഥൻ, കുട്ടനാട്ടുകാരനാ, മങ്കമ്പ്. MS സ്വാമിനാഥൻ അറിയത്തില്ലേ? ഹരിത വിപ്ലവം. എന്തോ ഉന്നതനായ മനുഷ്യനാ. പക്ഷേ ആ മാന്യദേഹത്തിന് ലഭിക്കാത്ത കൃപയാ
പോഷരായ സാധുക്കളാകുന്ന നമുക്ക് ദൈവം തന്നത്. സ്തോത്രം. കഥകളിയുടെ തുടക്കത്തിലുള്ള ആളായിരുന്നു അങ്ങ് ചമ്പക്കുളം പാച്ചുപിള്ള. പുള്ളിക്ക് കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ടിൽ ഉന്നതൻ എന്നാലൊരു നല്ല പണ്ട് പറഞ്ഞ വെള്ളക്കുഴിയാണ്. വെള്ളക്കുഴി കിടക്കുന്ന ആൾക്കാരുടെ കാര്യമായി പറയാൻ. നീ കുന്നിൻ്റെ മണ്ട ഇരുന്നിട്ട് നിനക്ക് ഇന്ന് വരെ കൂട്ടി വായിക്കാൻ പോലും ഉമ്മ കുന്നിൻ്റെ മണ്ട കയറിയിരിക്കുന്നത് അല്ല. ഓരോരുത്തരുടെ ഡയലോഗ് അങ്ങ് പറഞ്ഞതാ. ചമ്പക്കുളം പാച്ചുപിള്ള. അങ്ങനെ എത്രയോ ഉന്നതന്മാർ, ഭൂസ്വത്തുള്ളവരും വിദ്യാനിപുണന്മാരും കഴിവുള്ളവരും മികവുറ്റവരും. എന്നാൽ അവരെ ഇകഴ്ത്തി പറഞ്ഞതല്ല, അവർക്ക് പലർക്കും ലഭിക്കാത്ത ഭാഗ്യമാ ദൈവം നമുക്ക് തന്നത്. എന്താ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, ഈ മാർഗത്തിൽ വരുവാൻ, സത്യദൈവത്തെ ഭജിക്കുവാൻ, സത്യദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി കരമുയർത്തി ഹല്ലേലൂയ പാട്. ഞാനിപ്പോൾ കുട്ടനാട്ടുകാരനായതുകൊണ്ട് അവിടുത്തെ ചില ആൾക്കാരുടെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഈ മൈക്ക് തന്നാൽ നിങ്ങളുടെ നാട്ടിലെ ഉന്നതന്മാരുടെ കാര്യം പറഞ്ഞു നിങ്ങൾക്കും ഇത് പറയാം. എന്നാൽ അവർക്ക് പലർക്കും ലഭിക്കാത്ത പദവി ദൈവം നമുക്ക് തന്നതിനാൽ കയ്യും കെട്ടി വായും പൂട്ടി മൗനം തീക്ഷിച്ചിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും പേര് വന്നത്. ഇടയ്ക്കിടയ്ക്ക് പഴയ പാട്ടൊക്കെ പാടി അങ്ങനെ ഒക്കുള്ളൂ. എനിക്ക് ദൈവത്തിന് മഹത്വം. ഓരോരുത്തരെ ദൈവം ഓരോ നിലയിലാണല്ലോ. ഈ കറണ്ട് കൊണ്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നെങ്കിൽ ഓരോന്നിനെ ഇപ്പം ലൈറ്റ് ഇതിനോട് പറയാം, കറങ്ങാൻ പറഞ്ഞാൽ ഇതെല്ലാം പൊട്ടി താഴെ വീഴും. അത് കത്താനുള്ളതാണ്. ആ പരുവത്തിന് അതിനെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. അകത്ത് ഫാൻ കിടപ്പുണ്ട്, അതിനോട് പറയാം വെട്ടം കാണിക്കാൻ പറഞ്ഞാൽ ആഴ്ച നടക്കുകയല്ല, അത് ഇറങ്ങുകയല്ലാതെ ഇതെല്ലാം കറണ്ട് കൊണ്ടാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? മിക്സി അത് അതിൻ്റെ പരിപാടി ചെയ്യുള്ളൂ. എന്തെങ്കിലും പൊടിക്കാനോ അരയ്ക്കാനോ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടാലേ ഒക്കുള്ളൂ. അത് ആ പരുവത്തിന് അതിന് എന്ന് പറഞ്ഞാൽ ഈ പരുവത്തിന് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ പാട്ട് പാടിയൊക്കെ ഒക്കുള്ളൂ. അത് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിഷയങ്ങൾ പറഞ്ഞു വരുന്നതിനോട് അനുബന്ധമായ പഴയ പാട്ടുകൾ ഈ 2 ചരണങ്ങൾ പാടുമ്പോൾ അറിയാവുന്ന നിങ്ങൾ ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കരുത്, ചേർന്ന് പാടണം. സ്തോത്രം. കൃപയാൽ ഇതിനകത്ത് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. സ്തോത്ര. സ്വർഗസുഖം മണ്ണുവള്ളവും അനുഭവമാകാൻ, സ്വർഗസുഖം മണ്ണുവള്ളവും അനുഭവമാകാൻ യോഗ്യതയില്ലഗതിയന് കൽപ്പവും ഓർക്കിൽ, യോഗ്യതയില്ലഗതിയന് കൽപ്പവും ഓർക്കിൽ. ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി, പാപശിക്ഷകൾ പോയി. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, ഓ മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. സർവലോകത്തിൻ ജാപം, സർവലോകത്തിൻ ജാപം. വേദനപ്പെടും മനുജനായ അവതാരം, മനുജനായ അവതാരം. വേദനപ്പെടും മനുജനായ അവതാരം, മനുജൻ. ഓ വേദനപ്പെടും മനുജനായ അവതാരം, മനുജനായ അവതാരം. മേധുര മനോഹര വിജയിതതിൻ സാരം, മേധുര മനോഹര വിജയിതതിൻ സാരം. അതിശയമേ നിന്നുപകാരം, അവ സ്നേഹമപാരം. ആരറിയുന്ന അതിശയമേ നിന്നുപകാരം, അവ സ്നേഹമപാരം, അവ സ്നേഹമപാരം. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മകാത്ഭുതമേ കാൽവരിയിൽ
സർവലോകത്തിൻ ശാപം മകോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം. സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ഈ കൃപയിൽ വന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. ഒന്നുകൂടെ ഊന്നി പറയട്ടെ, നീ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. നീ യേശുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ എൻ്റെ ശൈലി ഞാൻ പറയും, നീ പെന്തിക്കോസി വന്നതാ ഭാഗ്യം. ഞാൻ പെന്തിക്കോസി വന്നിട്ട് 30-30 വർഷമൊക്കെ കഴിഞ്ഞ് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഇപ്പൊ എന്നോ തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഒന്നും തോന്നുന്നില്ല. എന്തോ തോന്നാന്? എനിക്കിപ്പോഴും തോന്നുന്നത് നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്നാണ്. അതാ ഇപ്പൊ തോന്നുന്നത്. എനിക്ക് കാരണം ഈ പിള്ളേരെയൊക്കെ കാണുമ്പോൾ സന്തോഷം. എനിക്ക് സൺഡേ സ്കൂളിൽ പഠിക്കാനൊത്തില്ല, എന്നെല്ലാം ഞാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയായിരുന്നു. ഒത്തില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളാണ്. സൺഡേ സ്കൂളിൽ പോകുന്നുണ്ടോ? ഏത് ക്ലാസ്സിലാണ്? പോകുന്നില്ലേ? ഇനി എവിടാ പോകുന്നത്? രാവിലെ പള്ളിയിൽ പോവാൻ. അവിടെ സൺഡേ സ്കൂളില്ലേ? സൺഡേ സ്കൂളില്ലാത്ത പള്ളി, അവിടെ പോകണ്ട. സൺഡേ സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ലേ? നീ പോകുന്നു സൺഡേ സ്കൂളിൽ പോകുന്നുണ്ടോ? ഇവിടെ കൊച്ചുങ്ങൾ സൺഡേ സ്കൂളിൽ പോകുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടണേ. സ്തോത്രം. ദൈവവചനം പഠിപ്പിക്കണേ. സ്തോത്രം. ബാലം നടക്കേണ്ടുന്ന കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തിരുവചനം അകത്തോട്ട് കൊടുക്കണം. അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായി. എനിക്കിപ്പോഴും സങ്കടം നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന്. ഇന്ന് വരെ തോന്നിയിട്ടില്ല പെന്തിക്കോസി വന്നത് അബദ്ധമായിരുന്നു. ഇപ്പോൾ സങ്കടമാണ് നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന്. അത് വേറൊരു വിഷയം നിൽക്കട്ടെ. അപ്പോൾ ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. അപ്പോൾ ഈ കൊരിന്ത്യരുടെ വിശേഷത, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തെ നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അങ്ങ് പറയും. ഇവര് സാക്ഷി ഉള്ളവരാ, സാക്ഷി നന്നായിട്ട് പറയുന്നവരുവാ. ഇവർക്ക് സാക്ഷി പറയാൻ അറിയുകയും ചെയ്യാം. എൻ്റെ ഭാഷ പറഞ്ഞ 5 മിനിറ്റ് കൊടുത്ത് 50 മിനിറ്റ് എടുക്കും. അങ്ങനെ പറഞ്ഞൊപ്പിക്കും. പപ്പും തൂവലും ഒക്കെ വെച്ച് ചുട്ട കോഴിയെ ഇവര് പറപ്പിക്കും. അത്ര സാക്ഷി പറയുന്ന ആൾക്കാരാ. വായിച്ചു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ, അവനിൽ നിങ്ങൾ സകലത്തിലും, കൊരിന്ത്യയിലെ വിശ്വാസികൾ എല്ലാത്തിനും മുൻപന്തിയില്ല, സകലത്തിലും. എന്നിട്ട് പറയാ വിശേഷാൽ സകല വചനത്തിലും. ഇവര് വചനത്തിലൊക്കെ നല്ല തിട്ടമുള്ളവരാ. സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിട്ട്. അപ്പൊ ഈ കൊരിന്ത്യയിലെ വിശ്വാസികളുടെ വിശേഷത വചനത്തിൽ നല്ല സമ്പന്നരാ. വേറെ പുസ്തകമൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് യോഗത്തിന് വേറെ പുസ്തകം പോലും കൊണ്ടുവരികയല്ല. കാരണം അറിയാം, എൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി അഥവാ കൊണ്ടുവന്നാൽ പോലും തുറന്നു നോക്കത്തില്ല. അതും തിട്ടമായത് കൊണ്ടാണ്. തുറക്കത്ത് പോലും എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമാണ്. കാരണം അറിയുകയും ചെയ്യാൻ തിട്ടമുണ്ടല്ലോ. തിട്ടമില്ലാത്തവരായ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നത്. നിങ്ങൾക്ക് നല്ല തിട്ടമാണ്, നന്നായിരിക്കുന്നു. അപ്പൊ ഈ കൊരിന്ത്യയിലെ വിശ്വാസികൾ അത്രയ്ക്ക് നല്ല വചന ശുശ്രൂഷ നന്നായിട്ട് അറിയാം. വചനത്തിൽ നല്ല. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നല്ല പരിജ്ഞാനമാ കൊരിന്ത്യയിലെ വിശ്വാസികൾ. കൊരിന്ത്യ വിശ്വാസിയെ പോലെ പരിജ്ഞാനമുള്ള ആൾക്കാർ വേറെ ഇല്ല. പരിജ്ഞാനം ഉള്ളത് കൊണ്ട് കൈയടിക്കാട്ട് ബഹളമാട്ടൊന്നില്ല, വളരെ പരിജ്ഞാനത്തോടെ. നിങ്ങളെ ചില യോഗങ്ങളിൽ ചെന്ന കസേരയിലൊക്കെ നല്ല പാൻറ്റും ഒക്കെ ടീം ചെയ്ത്, അതിന് ഞാൻ എതിരല്ല. അല്ലെ വെള്ള മുണ്ടും വെള്ള ജിപ്പായും ഡ്രസ്സെന്തും ആയിക്കോട്ടെ, ഓരോ കസേര വന്ന് എന്ത് പരിജ്ഞാനത്തോടായിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കട്ടിക്കിടിച്ചാൽ പോലും ഹല്ലേലൂയ ഉറക്കെ പറയുകയില്ല. എന്തൊരു പരിജ്ഞാനം. അങ്ങനെയുള്ള സഭകളും ഉണ്ട്, ആൾക്കാരും ഉണ്ട്, നമ്മുടെ ഇടയിലും ഉണ്ട്. ഞായറാഴ്ച വന്ന് സൈഡ് സീറ്റിലായിരിക്കുന്നത്. ഷർട്ടൊന്ന് ചുളിയാട്ട് തേച്ച ലൈൻ പോലും മറുകൻ വരവൊക്കെ കണ്ടിട്ടില്ലേ? നല്ല ജെന്റിൽമാനായിട്ട് അഭിനന്ദിക്കുന്നു. എന്ത് പരിജ്ഞാനമാണ്. അതേസമയം വേറെ ചില യോഗത്തിന് ചെന്ന ചില ഭാവത്തുങ്ങൾ ആത്മാവിലാകും കൈയടിക്കുക. അപ്പം നമ്മൾ ആൾക്കാരാണ് പരിജ്ഞാനം ഒന്നുമില്ല. ഇത് പരിജ്ഞാനം നന്നായിട്ട്
അതുകൊണ്ട് ഉറക്കം ഒരു ഹല്ലേലൂയ പറയാട്ടെ, കയ്യൊന്ന് ആയത്തിലടിക്കാട്ടെ, ഉറക്കം ഒരു സ്തോത്രം പറയാട്ടെ, ഒന്നുമില്ല. വളരെ പരിജ്ഞാനമുള്ളവൻ ആട്ടെ. അപ്പൊ കൊരിന്തിലെ വിശ്വാസികൾ അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി. അപ്പൊ ഈ വചനത്തിലും പരിജ്ഞാനത്തിലും ഒക്കെ നല്ല സമ്പന്നരാ. അടുത്തത്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. ഒരു കൃപാവരത്തിലും കുറവ്. സകല കൃപാവരവും കൊരിന്തിലുണ്ടെന്ന് ആ ഭാഗമൊന്നും എടുക്കുന്നില്ല. എല്ലാ കൃപാവരവും കൊരിന്തിലുണ്ട്. അടുത്തത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് കർത്താവിന്റെ വരവിനായി നോക്കിയിരിക്കുക, പ്രത്യക്ഷത കാത്തിരിക്കുക. അപ്പൊ കൊരിന്തിലെ വിശ്വാസികളുടെ വിശേഷത വചനത്തിൽ തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്, സകല കൃപാവരവും കൊരിന്തിലുണ്ട്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആ വചനത്തെ കൂട്ടുപിടിച്ച് പറഞ്ഞാൽ, ഇത് പൗലോസ് പൊതുവിൽ ഒരഭിപ്രായം പറഞ്ഞ് വിലയിരുത്തിയതാ. ശ്ലാഘനീയമായ നിലയിൽ ഇവരെ ഒന്ന് എന്തുവാ അഭിനന്ദിച്ചു, അപ്രീഷിയേറ്റ് ചെയ്തു. തെറ്റിയോ? ഇംഗ്ലീഷ് അതല്ലേ ശരി? ഇവരെ ഒന്ന് അഭിനന്ദിച്ചു. ഒരു കൃപാവരത്തിൽ നിങ്ങൾ കുറവില്ല. നമ്പർ 1 സഭ. ഇത് പൊതുവിൽ ഇവരെ ഒന്ന് അഭിനന്ദിച്ചതാണ്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ പുറമെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തിച്ച് ദൈവാത്മാവ് ആഴത്തിലേട്ടൊന്നിറങ്ങി. ഇവരെ ആഴത്തിലൊന്ന് പരിശോധിച്ചപ്പോൾ കണ്ടുപിടിച്ച ചില കാര്യമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വായിച്ചേ സഹോദരി. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ശ്രദ്ധിക്കുക, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും നമ്മൾ പുറമേ നോക്കി വിലകിടുമ്പോൾ, മാർക്കിടുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ ദൈവാത്മാവ് ആഴങ്ങൾ നോക്കും. നമ്മൾ ഈ പലരെ ലുക്ക് കണ്ടാ വിലയിരുത്തുന്നത് അല്ലേ? ചില സാധുക്കളായ ദൈവദാസന്മാർ വന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ചിലരുടെ മുഖം പുള്ളിയാന്ന് ലുക്കില്ല. വേറെ ചെല്ലി വരുമ്പോൾ നല്ല ലുക്കാ, എടുപ്പുണ്ട്, പക്ഷെ ഒന്ന് മുഴുവൻ ഗ്യാസാ. ലുക്കല്ലാതെ വേറൊന്നും. ചുമ്മാ അല്ലേലി ആമേ സ്വത്രം, ഗ്ലോറി, ഹാലലിയ, വിക്ടറി, ഗ്ലോറി ടു ഗോഡ്. പിന്നെ തയ്യക്കാരൻ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നല്ലാതെ നിങ്ങൾ കണ്ടിട്ടില്ലേ? തയ്യക്കാരൻ നിൽക്കുന്നു നല്ല ലുക്കാ. എന്നാൽ എനിക്കറിയാം സാധുക്കളായ ചില ദൈവദാസന്മാർ ലുക്കൊന്നും കാണുകയില്ല, പക്ഷെ വാചനത്തിന്റെ ആഴമായിരിക്കും. അവർ പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ വിട്ടുമാറും, അവർ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും, അവർ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ലുക്കിലല്ല കാര്യം, അഭിഷേകത്തിലെ വിഷയം. ലുക്കുള്ള എല്ലാവരും നോക്കി നിൽക്കുകയല്ലോ. ഷമ്മ, ഏലിയാബ്, അബീനാദാബ്, അബ്നേര്, ശൗല് എല്ലാവരെക്കാളും തോൾപ്പൊക്കമുള്ളവൻ. സമയമായപ്പം വ്യാഴ് പിടിച്ചവൻ ഇറങ്ങി വന്നേച്ച് പറഞ്ഞു വാടാരാന്ന് വെച്ചാൽ വരാം. അന്നേരം എല്ലാം പടിഞ്ഞാട്ടുണ്ട്. ലുക്കുകാരല്ല. അങ്ങേ മലമണ്ട കയറിച്ച വിക്ടറി രക്തം, കാൽവറി രക്തം. അന്നേരം വലിയ ഇവരുദ്ദേശിക്കുന്ന ലുക്കൊന്നുമില്ലെങ്കിലും അഭിഷേകമുള്ള ദാവീദ് ആമൻ കടന്നു വന്ന് ഒരു കല്ലും ആ കവണയും കൊണ്ട് കല്ലെടുത്ത് കവണയും വെച്ച് വീശി അവൻ്റെ തിരുനെറ്റിക്കെട്ട് ഉന്നം പിടിച്ച് ഒറ്റ ഏറ് സൂക്ഷം കല്ല് നെറ്റിയെ കൊണ്ടു. അവൻ കവിണ്ണ് വീണു. കവിണ്ണ് വീണപ്പം ഫോട്ടോ എടുക്കുകയല്ല, അല്ല വാട്സപ്പിൽ അയക്കുകയല്ല, അവൻ കവിണ്ണ് വീണ ഉടനെ ഓടിച്ചെന്ന്, എൻ്റെ ഭാഷയാ, ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചത്തോട്ട് കയറി അവൻ്റെ ഉറയുന്ന അവൻ്റെ വാള് വരിച്ചൂരി അവൻ്റെ തലയറത്ത് ജയപേര് മുടക്കി വന്നു. ഇതാണ് കാൽവറിയിൽ നടന്നത്. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാച് ഏദൻ തോട്ടം മുതൽ മരണപേരി മുടക്കിക്കൊണ്ട് അവൻ മനുഷ്യനെ തച്ചുമുടിച്ച് തകർത്ത് കൊല്ലുവാനും അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിച്ച് കളയുമെന്ന മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ അവൻ ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ തൻ്റെ മരണത്താൽ അവനെ പരാജയപ്പെടുത്തി. അവൻ്റെ ആയുധമാകുന്ന മരണത്തിന്റെ വാള് അവൻ്റെ ഉറയിൽ നൂരുകെടുത്ത് തൻ്റെ മരണത്താൽ പിശാചിനെ തകർത്ത് പരാജയപ്പെടുത്തി ജയമെടുത്തവനായ യേശു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക.
കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. വല്ലഭനായവനെ, വല്ലഭനായവനെ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവി. നിരന്തരം വന്ദനം ചെയ്തിടുവി. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവി. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു. ഓ വല്ലഭനായവനെ, വല്ലഭനായവനെ, ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവി. നിരന്തരം വന്ദനം ചെയ്തിടുവി. ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവി. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 2-ാം അധ്യായത്തിൽ ഇവരുടെ ആഴമെല്ലാം കൂടെ ദൈവാത്മാവ് പറഞ്ഞു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളാരായും. നമ്മൾ പുറമേ നോക്കി വിലയിരുത്തുമ്പോൾ, മാർക്കിടുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ആഴം അറിയും. സ്തോത്രം. നമ്മൾ ഈ കേൾക്കുന്നിടം കൊണ്ട് ഓടുന്ന ആൾക്കാരാ, അല്ലയോ? സ്തോത്രം അല്ലേ? ഒരാളോട് ചോദിച്ചു, നിങ്ങൾ പുള്ളിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്നേലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ കേട്ടതാ. ഇത് ആര് പറഞ്ഞു? വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ. ഞാൻ വെല്ലുവിളി ചോദിക്കുക, വിശ്വസിക്കാൻ പറ്റിയ ഒറ്റയൊരുത്തൻ്റെ പേര് പറ. മനുഷ്യരുടെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുണ്ടല്ലോ. നിങ്ങൾ ഇപ്പൊ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റിയ ഒരുത്തൻ്റെ പേര്. അങ്ങനെ പേര് പറഞ്ഞ് ചിരിക്കരുത്. ഞാൻ പിന്നെ പ്രസംഗിക്കുന്നില്ല. നമുക്ക് രണ്ടോട് അവൻ്റെ അടുക്കലോട്ട് പോകണം. അതിനാ എൻ്റെ വണ്ടിയെ കൊണ്ടുപോകാൻ. പക്ഷെ ഇന്നയാള് വിശ്വസിക്കാൻ പറ്റിയ ആള്. എനിക്ക് പുള്ളിയെ കാണണം. പുള്ളിയിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്, കേൾക്കാനുണ്ട്. ഒരാളുടെ പേര് പറ. ഞാൻ തിരിഞ്ഞു നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. വിശ്വസിക്കാൻ പറ്റിയ ഒരാള് ഭൂമിയിൽ ഒരുത്തനില്ല. എന്നാൽ വിശ്വസിക്കാൻ പറ്റിയ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാക്കും. വിശ്വസ്തനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് രക്തം ചിന്തിയവൻ, ജീവനെ തന്നവൻ, അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ഒരുവൻ മാത്രം, നസറയനാകുന്നു യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്ന അന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. ഇപ്പൊ ഒന്നും സ്തോത്രം. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വസ്തത മനുഷ്യരിൽ നന്നേ കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ? വിശ്വസ്തത മനുഷ്യരിൽ നന്നേ കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ? യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നേ. യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ? ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നേ. സ്തോത്രം. വിശ്വസ്തനായിട്ട് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. നിങ്ങളെ അനാഥരായിട്ട് കൈവിടുന്ന ദൈവമല്ല. അവിടുന്ന് പോകാൻ നേരത്ത് പറഞ്ഞേച്ചു പോയത് വാഗ്ദത്തം ഇതാ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അവിടെ നിന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്.
മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കി പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ നടകൊണ്ടിരിക്കുക. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കരയേറ്റുകയാ. അവിടുന്ന് വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാ, അവിടുന്ന് ആമേൻ നീതിയുള്ളവനാണ്, ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാൻ 2-ാം അധ്യായത്തിൽ ഇവരുടെ എല്ലാ ആഴം നന്നായിട്ട് മനസ്സിലാക്കി. ഏതാ? അന്യഭാഷ പറയുന്ന, പ്രവചിക്കുന്ന, ഭൂതത്തെ ഇറക്കുന്ന, രോഗശാന്തി വരവുള്ള, മറുഭാഷ പറയുന്ന, വ്യാഖ്യാനിക്കുന്ന ഈ ആൾക്കാരുടെ എല്ലാ ആഴം ആത്മാവെന്ന് അറിഞ്ഞു. ആഴം പറഞ്ഞ ആത്മാവ് ഇവരെ പറ്റി പറഞ്ഞത് ഈ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. എന്നാൽ സഹോദരന്മാരെ, കൊരിന്തിലെ സഹോദരന്മാരെ നമ്മളെയും കൂടെ ചേർത്താ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ, എല്ലാ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ശ്രദ്ധിച്ചേ, 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിലും കുറവില്ല. സകല കൃപാവരവും ഉണ്ട് കൊരിന്തില്, എല്ലാ കൃപാവരവും. പ്രവചനം, അന്യഭാഷ, വ്യാഖ്യാനം, വിവിധ ഭാഷ, ഭൂതങ്ങളെ ഇറക്കുന്നു, പ്രാർത്ഥിച്ച അന്നേരം രോഗി സൗഖ്യമാക്കുന്നു, പേര് വിളിച്ചു പറയുന്നു, തടയിലിടുന്നു. അതൊന്നും അതിനകത്തില്ല. ഇപ്പൊ ഉണ്ട് പലയിടത്തും. വീട്ടിക്കൊണ്ട് കിടക്കുന്നു, ഛർദ്ദിപ്പിക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു, നിലവിളിക്കുന്നു, സ്തോത്രം, താണ്ട വരുന്നു, പിടിച്ചു എന്ന് പറയുന്നത് എന്തുവാന്നോ? ഇപ്പൊ ഒരു ഡയലോഗ്, കൈ മാറുന്നു. എന്തുവാണ് കൈ മാറുന്നത്? എനിക്ക് മനസ്സിലാകുന്നത് കൈ മാറുന്നത് എന്തുവാ? എനിക്കും അറിയാൻ മേല. എന്നതാണ്? എനിക്കിപ്പോഴും പലതും അറിയാൻ മേല. കൈ മാറുന്നു. ഒരു പ്രത്യേക മണ്ഡലത്തിൽ സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ വിഷയമല്ല. ഒരു കൃപാവരത്തിലും കുറവില്ല. പക്ഷെ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത കൊരിന്ത്യരോട് 2-ാം അധ്യായത്തിൽ ഇവരുടെ എല്ലാ ആഴം ആത്മാവ് കണ്ടുപിടിച്ച് ആത്മാവ് 3-ാം അധ്യായത്തിൽ പറയാ, ഇതൊക്കെ ആണെങ്കിലും സഹോദരന്മാരെ, നിങ്ങൾ മറുഭാഷയൊക്കെ പറയുന്നു, ആത്മാവിലാകുന്നു, അന്യഭാഷ പറയുന്നു, വ്യാഖ്യാനിക്കുന്നു, ഭൂതത്തെ ഇറക്കുന്നു, രോഗിയെ സൗഖ്യമാക്കുന്നു, നിങ്ങൾ മിഷൻറ്റേഷൻ നടത്തുന്നു, ലഘുലേഖ കൊടുക്കുന്നു, പരസ്യയോഗം നടത്തുന്നു, കൺവെൻഷൻ പ്രസംഗിക്കുന്നു, പുതിയ സഭാകൾ പണിയുന്നു, നിങ്ങൾ മീറ്റിങ്ങുകൾ, മെഗാ ക്രൂസൈഡ്, പിന്നെ ലോക്കൽ കൺവെൻഷൻ, മിറ്റത്ത് മുതൽ കൺവെൻഷൻ തുടങ്ങിയിരിക്കുക. ഇതൊക്കെ നടക്കുന്ന അഭിനന്ദിക്കുന്നു, നല്ലത്. പക്ഷെ നിങ്ങളോട് ഈ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. പെരക്കകത്ത് ഇറങ്ങിയ ഉടനെ കൺവെൻഷനാ, മിറ്റത്ത് പെരക്കകത്ത് ഇറങ്ങിയ ഉടനെ മിറ്റത്ത് കൺവെൻഷൻ, പുത്തരിക്കണ്ടം മൈതാനം വരെ പരസ്യയോഗം. ഞാനതിനെതിരല്ല. അങ്ങ് കാസർഗോഡ് ഉപ്പള മുതൽ കന്യാകുമാരി മൊനമ്പ് വരെ, പിന്നെ അങ്ങോട്ട് കടലായോണ്ട് ചാടാനൊക്കെ നല്ല കാര്യം. കൺവെൻഷനെ പ്രസംഗിക്കുന്നു, ഞാൻ എന്നെയും പ്രതിയാക്കുക. 1 മണിക്കൂർ കൊടുത്താൽ 1.5 മണിക്കൂർ കഴിഞ്ഞാലും ഇരിക്കുകയില്ല. മുതുപാതിരായാലും നിർത്തുകയില്ല, ആൾക്കാരുമായിട്ട് വിടുക. 1-ാം പ്രതി ഞാൻ. എന്നെയും കൂടെ പറയണമല്ലോ, പിന്നെ നിങ്ങളെ മാത്രം പറഞ്ഞാൽ മതി. ആരെ കണ്ടാലും പ്രവചിക്കും. ചില പ്രൊജക്റ്റുകൾ, ആ മോന്തെ കോടിയുള്ള നിപ്പ പ്രൊജക്റ്റുകൾ, അതെല്ലാം ഞാൻ എതിരല്ല. നിങ്ങളിതെല്ലാം ചെയ്യുന്നു. മറുഭാഷ തമ്പേറോട് നിർത്തിയാലും അടിക്കുന്നവനാണ് അരിജം കയറി അവൻ അടിക്കുന്നവനെല്ലാം തുള്ളി കോഴയായിട്ടെന്ന് പറഞ്ഞാൽ അവനൊന്ന് അടിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു, കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്, ക്രൂസൈഡ് നടത്തുന്നു, ലഘുലേഖ കൊടുക്കുന്നു. ആരെ കണ്ടാലും ഒന്നും മിണ്ടുകല. ലഘുലേഖ തമ്പിയുടെ ഹൃദയം അവൻ നോക്കിച്ചു എന്നിട്ട് ഇവനെ ഒരു നോട്ടോ. ഞാനതിന് എതിരല്ല, എല്ലാം നല്ല കാര്യം. നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ
സംസാരിക്കാൻ പറ്റുന്നില്ല. വായിച്ച സഹോദരി ഒന്നുകൂടെ പെട്ടെന്ന് വായിര്. എന്നാൽ സഹോദരന്മാരെ നിങ്ങൾക്ക് കൃപാവരമെല്ലാം ഉണ്ട്, പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിനും കുറവില്ല, അഭിനന്ദിക്കുന്നു. പക്ഷേ എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെ അല്ല, ജഡികന്മാരോടെന്ന പോലെ ക്രിസ്തുവേശുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ. അയ്യോ, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു, ആ കൃപയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവർ ആത്മീയരാണോ? ഒരു ആത്മീയനോട് ഇടപെടുന്നത് പോലെ സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് കൊടുവാളെടുത്ത് നിൽക്കുക. അവനോട് എങ്ങനെ സംസാരിക്കാനാ? ആരാധനയ്ക്ക് ഉപദേശി ഒരു കാര്യം പറഞ്ഞു പ്രസംഗിച്ചപ്പോൾ ഒരു അപാകരം വന്നു, ഉടനെ അവൻ കമ്മിറ്റിക്കാരൻ കയറി കൊമ്പ് ഓർക്കുക, മുണ്ടും മടക്കി കുത്തി അവൻ തിന്നെ നിൽക്കുക ഭാഷ ഇറങ്ങി വരാൻ. നമ്മളോട് പറഞ്ഞു നീ ബൈബിളുമായിട്ട് വീട്ടോട്ട് പോകുക, ഞാൻ ചില കാര്യങ്ങൾ പിന്നെ അവൾ അതിലും മിടിക്കുക. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ ചോദിക്കണമെന്ന്. എങ്ങനെയുണ്ട്? നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരാത്മീകന് സംസാരിക്കേണ്ട വിധമുണ്ട്. സ്തോത്രം, സ്തോത്രം. കേൾക്കുന്നവർക്ക് ആത്മീക വർധന ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ചിലപ്പോൾ പഠിച്ചെന്ന് വരാം, നിന്ന് ചെന്ന് വരാം, ആക്ഷേപിച്ചെന്ന് വരാം, ഉപദ്രവിച്ചെന്ന് വരാം, വിടക്കം നണിയെന്ന് വരാം. നമ്മുടെ ആയുധം എന്നാണെന്നറിയോ? പ്രാർത്ഥന. നീ മുട്ടാലിരിക്കണം, പ്രാർത്ഥിക്കണം. ഇത് ആത്മീകന്റെ ലക്ഷണം. അല്ലാതെ തിരിച്ച് കേസ് കൊടുക്കുക, കോടതി കയറുക, വക്കീലിന് കാശ് കൊടുക്കുക, കുണ്ടാവണ്ടി ഒപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ആത്മീകന്റെ ലക്ഷണം ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവകരങ്ങൾ ഈ വിഷയം ഏൽപ്പിക്കണം. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. പറഞ്ഞ ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ധ്യാനക്കാരൻ ഉയരത്തിലിരിക്കുന്നു. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. നീതിയോടെ വിധിക്കുന്നവൻ, നീതിയോടെ പ്രവർത്തിക്കുന്നവൻ, നീതിയോടെ ഇടപെടുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. നീതിക്കായി മെഷിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മെഷിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ, പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. നീതിക്കായി മഷിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മഷിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. സൂക്ഷിക്ക ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാക്കുക. നിൻകിരീടമാരുമേടൂത്തിടാതെ ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാക്കുക. എഴുന്നു ശോഭിപ്പീ, ദീപം തെളിയിപ്പീ, പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. നീതിക്കായി മഷിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മഷിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. അതിങ്ങനെ നിന്നാൽ ഇങ്ങനെ തന്നെ പോകും, നമുക്ക് ഓടിച്ച് മുമ്പോട്ട് വരാം. നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതെന്നെ അങ്ങനെ പറയാൻ കാരണം 3:3 വായിര്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ പിണക്കവും ഇരിക്കെ മതി. നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യ പിണക്കോ. 1-ാം അധ്യായത്തിൽ എന്തോ ഉണ്ടെന്ന് ഒരു കൃപാവരത്തിലും കുറവില്ല. 3-ാം അധ്യായത്തിൽ എന്തോ ഉണ്ടെന്ന്. അപ്പോൾ ഓരോ ഉറവയിന്ന്
കയ്പും നിങ്ങളിൽ ചിലര് നല്ലതുപോലെ വിഷമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ആ പോയിന്റിൽ ഇനി നിൽക്കുന്നില്ല. വേറെ പോയിന്റ് ഉണ്ടല്ലോ. ആത്മീകൻ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മീകൻ തെളിയണം. സ്തോത്രം. അങ്ങനെ തെളിയുന്നത്. അതെ, 3-ാം അധ്യായത്തിൽ പറയാം നിങ്ങളുടെ ഈർഷ്യ പിണക്കോ. പിന്നെ 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു. അങ്ങനെ ഓരോ അധ്യായങ്ങൾ എടുത്തെടുത്ത് പഠിച്ചാൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. അതിനെല്ലാം ഒരു പരിഹാരം വരുത്തുക. ആട്ടെ, നമ്മുടെ എടുത്ത വാക്യത്തോട് കൂട് പുലർത്താം, അല്ലെങ്കിൽ പറയാനൊക്കത്തില്ല. 10-ാം അധ്യായത്തിലേക്ക് വന്നേച്ച് പൗലോസ് പറയാ, എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതിരിക്കുക. ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? 10-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ ഇസ്രായേൽ ചരിത്രമാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൽ കീഴിലായിരുന്നു. അവര് എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആകാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ഈ ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുക, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്ത് പറയുക, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പോൾ ഒറ്റ വാക്കിൽ ഈ ഭാഗം വ്യാഖ്യാനിച്ചാൽ ഇസ്രായേൽ ചരിത്രമായി 10-ാം അധ്യായത്തിന്റെ 1 മുതൽ പറയുന്നത്. അത് പുതിയ നിയമസഭയോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ആ ഭാഗം പഠിച്ചാൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ, എല്ലാവരും സ്നാനപ്പെട്ടവരാ, എല്ലാവരും സഭയോട് ചേർന്ന്, എല്ലാവരും ആത്മസ്നാനവും പ്രാപിച്ച് തിരുമേശയും എടുത്തവരാ. പക്ഷേ മിക്കതിന് തെളിയില്ല. ആ കാര്യം നിങ്ങൾ അറിയാതിരിക്കും. ഇവര് രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ കാര്യം കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചവരാ. അത് രക്ഷയെ കാണിക്കുന്നു. ആവിവ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായി 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ വേർതിരിച്ച് നിർത്തണം. 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായ ആട്ടിൻകുട്ടിയെ വേർതിരിച്ച് 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുത്തതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടിളക്കാർ 2-ലും കുറുമ്പടിമേലും പുരട്ടണം. കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി തീയിൽ ചുട്ട് കയ്പ് ചീര കൂട്ടിപ്പിടിച്ച് പുളിപ്പില്ല തപ്പവും കൂടെ ചേർത്ത് ഈ കുഞ്ഞാടിനെ തീയിൽ ചുട്ട് അതിനെ ഭുജിക്കണം. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടതും അതിന്റെ രക്തമെടുത്ത് തളിക്കപ്പെട്ടത് ആത്മീകമായി വ്യാഖ്യാനിക്കുമ്പോൾ രക്ഷയെ കാണിക്കുന്നു, രക്ഷിക്കപ്പെട്ടതിനെ. അപ്പൊ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. ഈ കുഞ്ഞാട് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ നടില പൗലോസ്ലിഹ പറഞ്ഞ വാക്യം നമുക്കെല്ലാം മനഃപ്പാഠമാ. നമ്മുടെ വസക കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അങ്ങനെയെങ്കിൽ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാ. 2, ഇവര് ചെങ്കടലിൽ കടന്നവരാ. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. അത് സ്നാനമാണ്. അപ്പൊ സ്നാനം ഈയിടെ പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചതല്ല, പണ്ട് മുതലേ ഉള്ളതാ. ഇത് കുക്ക് കൊണ്ടുവന്നതാ. ഇത് കൊക്കും ഒന്നും കൊണ്ടുവന്നതല്ല, പുസ്തകത്തിനകത്ത് പണ്ട് മുതലേ ഉള്ളതാ. പണ്ട് നാഗൾ സാഹിബ് പറഞ്ഞെന്നാ പറയുന്നത്. കുമ്പനാട്ട് നാഗൾ സാഹിബിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് വന്ന ഒത്തിരി പേരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുക്ക് സാഹിബ് കേരളത്തിൽ വന്നു. അപ്പോൾ രക്ഷാനിർണയം പ്രാപിച്ച പലരും ഈ അന്യഭാഷ വിശ്വസിച്ചു, അവർ ചിലർ പ്രാപിച്ചു. അപ്പോൾ നാഗൾ സാഹിബിൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് വന്ന അനേകര് പിന്നെ ആത്മസ്നാനം പ്രാപിച്ച് കുക്ക് സാഹിബിൻ്റെ കൂടെ പോയി. പഴമക്കാർ പറഞ്ഞുള്ള അറിവാണ്. അപ്പം നാഗൾ സാഹിബ് പറഞ്ഞാ, ഞാൻ ചില മീനിനെ പിടിച്ചു, അത് കൊക്ക് കൊണ്ടുപോയത്. ഞാൻ ചില മീനെ കൊണ്ടുവന്നു, അത് അമേരിക്ക എന്നൊരു കൊക്ക് കുത്തിക്കൊണ്ടുപോയത്. അപ്പോൾ കൊക്കായാലും കുക്കായാലും ഒരു കാര്യം പറയാം, ഇത് അവർ കണ്ടുപിടിച്ചതല്ല, പുസ്തകത്തിൽ നേരത്തെ ഉള്ളതാണ്. സ്നാനം, സ്തോത്രം, സ്നാനം. എല്ലാവരും സ്നാനപ്പെടണം. സ്നാനമോ ഇപ്പൊ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അതിനിഷ്ടം പോലെ സോപ്പും മറ്റ് അനുബന്ധ സാധനങ്ങളുണ്ട്.
ആറ്റി വെള്ളം ഉണ്ടെങ്കിൽ കുറേ നേരം ഇറങ്ങി അങ്ങ് കിടക്കണം. അപ്പോൾ കുതിരും. എന്നിട്ട് സോപ്പിട്ട് തേക്കും മാറ്റി കളിയെല്ലാം അങ്ങ് 2 കപ്പ് കയറി ഒഴിച്ചാലൊന്നും പോവുകയല്ല. ഇത് ജഡത്തിൻ്റെ അഴുക്ക് കളയാൻ അതിന് ഇഞ്ചയുണ്ട്, അല്ലെങ്കിൽ സോപ്പ് അലർജി ആണെങ്കിൽ നല്ല ചെറുപയർ പൊടി തരി ഇല്ലാതെ പൊടിച്ചാൽ, തരി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, കുറച്ചുകൂടെ രോമാവരണത്തിലുള്ള ഇതൊക്കെ ഇളകിപ്പോക്കോളും. അതെന്തേലും എൻ്റെ യുക്തം പോലെ ചെയ്യാൻ. ഇത് ശരീരം വൃത്തിയാക്കുന്ന നല്ല സ്നാനം. സ്നാനമോ ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, യേശുവിനോട് ചേരാനാ, യേശു ക്രിസ്തുവിനെ ധരിക്കാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നത് ആ സ്നാനം. ഇത് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചതല്ല, വേറെ പുസ്തകത്തിൽ പണ്ട് മുതലേ ഉള്ളതാണ്. സ്തോത്രം, സ്തോത്രം. അല്ല, നീ ഇവിടെ കിടന്ന് അരിശം കയറിയിട്ടും തെക്കോട്ടും പിഴക്കോട്ടും നടന്നിട്ടും കല്ല് വലിച്ചെറിഞ്ഞിട്ടും യാതൊരു ഗുണവും ഇല്ല. വേറെ പുസ്തകം ഒരെണ്ണം കീറിയെന്നോടത്ത് ഇഷ്ടം പോലെ കിടക്കുക. ഇപ്പം പിന്നെ ഇത് മുഴുവൻ കളഞ്ഞാലും കൊച്ചുങ്ങളുടെ മൊബൈലിലെല്ലാം വേറെ പുസ്തകം കിടക്കുക. പണ്ട് BT ജോസഫ് അവർകൾ പറഞ്ഞെന്നാ കേൾക്കുന്നത്. ഇവിടെ പിള്ളേരെ വേറെ പുസ്തകം ഇനി ആരെങ്കിലും നശിപ്പിച്ച് കളഞ്ഞാലും പേടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം, എഴുതിക്കോളാം മതി. അപ്പം അതെല്ലാം തിട്ടമായിരുന്നു. ഓരോ താളും എടുത്താ പുള്ളി ക്ലാസ് എടുക്കുന്നത്. അതിന് വായിച്ച് പുള്ളി പറഞ്ഞെന്നാ പറഞ്ഞത്, വേറെ പുസ്തകം ആരെങ്കിലും ഇനി മൊത്തം അങ്ങ് നശിപ്പിച്ചാലും പേടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിയെടുത്താൽ മതി. 31 മുതൽ. അപ്പോൾ ഇത് നശിപ്പിച്ചാൽ വേദപുസ്തകം കത്തിച്ചത് കൊണ്ടൊന്നും പ്രമാണം മാറുകയല്ല. വേദപുസ്തകം എടുത്തോണ്ട് നടക്കുന്നവര് അവൻ അടിച്ച് ഒതുക്കാൻ നോക്കിയാലും ഈ പ്രമാണത്തിന് മാറ്റം വരികയല്ല. ദൈവം വെച്ച പ്രമാണമാണ്. പ്രൈസ്. ഒന്നിനെ കത്തിച്ച 10 എണ്ണം കയറി വരിക. കൊച്ചുങ്ങളെല്ലാം നല്ല ജില്ലി പോലെ നിൽക്കുന്നത്. ഇപ്പൊ പിന്നെ ആരാണ്ടൊക്കെ തിരിച്ചടിക്കുന്നെന്നും കേൾക്കുന്നു. അതെനിക്കറിയത്തില്ല, ഞാൻ തല്ലുകയല്ല, നിന്ന് കൊള്ളുന്ന അല്ലാതെ. എനിക്ക് ഒന്നാമത്തെ കാര്യം അടിക്കാൻ അറിയത്തില്ല, 2 പേടിയാണ്. എനിക്കറിയത്തില്ല എനിക്കാണ് ഓടാനും ഇപ്പം വയ്യ. അതല്ലേ അതിലൊക്കെ നിന്ന് കൊള്ളുകയല്ലാതെ എന്നത്തല്ല, വേറെ കൊച്ചുങ്ങളെ ചെന്നോട്ടാ നിന്നെ ഏറ്റവും പിള്ളേർ. ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്കറിയത്തില്ല. ബീക്ക് മേടിക്കുന്നവൻ സമയമായെങ്കിൽ അവൻ മേടിക്കട്ടെ. എന്തായാലും ഒരു കാര്യം പറയാം, ഇത് തകർക്കാൻ നോക്കിയാൽ നടക്കുന്ന വിഷയമല്ല, ഇത് ദൈവം വെച്ച വ്യവസ്ഥയാ. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അതാ ശരിയായ സ്നാനം. അല്ലാതെ കുടഞ്ഞാലോ ഇങ്ങനെ വെച്ചാലൊന്നും സ്നാനമല്ല. സ്തോത്രം. വെള്ളത്തിൽ യേശു മാതൃക കാണിച്ചു തന്നു. യേശു നടന്നാ വന്നത്, അല്ലാതെ യേശുവിനെ എടുത്ത് തൊട്ടിയെ കൊണ്ടുവന്നതൊന്നുമല്ല. മനസ്സിലായോ? നടന്നാ വന്നത്. സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല്യ നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ നമുക്ക് മാതൃകയാം. തന്നെ തുടർന്നു പോകുക നമുക്ക് മാതൃകയാം. തന്നെ തുടർന്നു പോകുക യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവി. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവി. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ഓർപ്പിച്ചില്ല പഴയ പാട്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രസംഗിച്ച് വരുമ്പം പാടാൻ പറ്റിയ പാട്ട് ബ്രദറുകാരെഴുതിയ പാട്ട് ഉള്ള. ഈ നല്ല കാര്യം നല്ല അങ്ങനെ തന്നെ പറയണം. കൃത്യം പാട്ട് അവരെഴുതിയ പാട്ട്. സാറ് നല്ല ഉപദേശപരമായിട്ട് അങ്ങോട്ട് തെളിയിച്ച് വെച്ച് എഴുതിയിരിക്കുക. പിന്നെ അതുപോലെ കൃത്യമായിട്ട് എഴുതിയത് CS-ൻ്റെ പാട്ടാണ്. CS മാത്യുവിൻ്റെ പുള്ളിയും കർത്തൃമേശ, തിരുവത്താഴം, സ്നാന ശുശ്രൂഷ, ഉപവാസ പ്രാർത്ഥന, അങ്ങനെയുള്ള യോഗങ്ങൾക്ക് തത്തുല്യമായ പാട്ട് നല്ല കൃത്യത്തിൽ ഇവർ 2 പേരെ അങ്ങനെ വിഷയങ്ങൾ. പിന്നെ മത്തായിച്ചൻ്റെ പാട്ട് നല്ലതാണ്, പേരുശ്ശേരി മത്തായിച്ചൻ്റെ സമാഗമന കൂടാരം. പിന്നെ CT മത്തായിച്ചൻ്റെ പാട്ട് സഭായോഗം തുടങ്ങാൻ എടുത്തതല്ല. ഇപ്പോഴത്തെ പാട്ട് പോട്ടെ. ഇപ്പോഴത്തെ എല്ലാ പാട്ടും ഒന്നും മോശമല്ല, നല്ല പാട്ടുകളുണ്ട്. പക്ഷേ ചിലക്കത് എപ്പോഴാണ് പാടേണ്ടെന്നൊന്നും അറിയത്തില്ല. സ്തോത്രം. പണ്ട് ഇവരെല്ലാം കൂടെ ഒരു യോഗത്തിന് പോയൊരു ചെറുക്കൻ്റെ കല്യാണമാണ്. കല്യാണത്തിൻ്റെ നാളെ കല്യാണം, തലേന്ന് രാത്രി വീട്ടിലൊരു പ്രാർത്ഥന, അനുഗ്രഹ പ്രാർത്ഥന. അപ്പം കല്യാണ ചെറുക്കനെ മുന്നോട്ടിരുത്തി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് അവൻ്റെ തലയിലോട്ട് കൈവച്ച പാടിയ പാട്ടാ. ബോംബ് ഭൂമിയെ
പിന്നെ വരി ഒന്ന് എങ്ങനെ ഷിപ്പാസ് വരി? ബോംബു ഭൂമിയെ പിളർക്കും നേരം നീ ഒളിക്കുവാൻ. അവന്റെ നാളെ കല്യാണമാണ്, അന്നേരം പാടുക. അമ്മയ്ക്ക് കൊടുത്ത് അച്ഛൻ നന്നായിട്ട് പാടുന്നു. പാടിക്കാരെ പരിയൊന്ന് പാടിക്കേ. ഞാൻ ഭൂമിയെ പിളർക്കും നേരം നീ ഒളിക്കുവാൻ സ്ഥാനം നേടിയില്ല എന്നു കാണുമ്പോ. മതി മതി, നാളെ അവന്റെ കല്യാണം, തലേന്ന് ഉപദേശി പാടുക. ആ പാട്ട് തെറ്റാന്നല്ല പറഞ്ഞത്, ആ പാട്ടാന്നോ ആ സന്ദർഭത്തിൽ അവൻ അന്തം വിടയുടെ ബോംബ് പൊട്ടിക്കുന്ന വിഷയം പ്രശ്നം. ലോകത്തിന് വന്നവർ റബ്ബറും തോട്ടത്തിൽ കൂടെ ഓടിയെന്നാ കേൾക്കുന്നത്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, അങ്ങനത്തെ ബോധക്കേട് കാര്യം ഉണ്ട്. അപ്പം വിഷയങ്ങൾ നന്നായിട്ട് പ്രസംഗിച്ചു വരുമ്പോൾ അതിന് തത്തുല്യമായ പാട്ട് വെക്കാൻ പറ്റുന്നത് ബ്രദറുകാരുടെ പാട്ടാണ്. ഞാൻ തരംതിരിച്ച് പറയല്ല. വിശേഷിച്ച് സൈമൺ സാറിൻ്റെ പാട്ട്, ടി കെ ഷൗമൽ സാർ, ക്രിസ്തുമാകാത്മ്യം, മധുരകിട മധുരഗായകൻ എം ഇ ചെറിയാച്ചൻ, എല്ലാവർക്കും പാടാവുന്ന നല്ല പാട്ടുകൾ, സി ടി മത്തായിച്ചൻ്റെ പാട്ടുകൾ, എല്ലാം നല്ല, പേരുശ്ശേരി മത്തായിച്ചൻ, നല്ല ഈടുറ്റ ഗാനങ്ങളാണ്. ഇവിടെ റാന്നിയിലെ ചാൾസ് ജോൺ അവറുകളുടെ പാട്ട്, അത് എല്ലാവർക്കും പാടാൻ പറ്റിയ നല്ല പാട്ടുകളാണ്. അവരെയൊക്കെ ഓർത്ത് മൺമറഞ്ഞു പോയി ശേഷമുള്ളവരെയൊക്കെ ദൈവം, ചിറ്റൂര് പീറ്റർ, അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ മഹത്വം. അപ്പം ഇടയ്ക്കിടയ്ക്ക് രണ്ട് ശീലൊക്കെ ഇങ്ങനെ പാടുക. അപ്പം സാറ് നല്ല കൃത്യത്തിന് ആ സ്നാനത്തെ പറ്റി അങ്ങോട്ട് തെളിയിച്ച പാട്ട്. യേശു നടന്നാ വന്നേ, മാതൃക കാണിച്ചു, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. അതാണ് നമ്മുടെ മാതൃക. എല്ലാവരും സ്നാനപ്പെടണം. സ്നാനം ജഡത്തിൻ്റെ അഴുക്ക് കളയാൻ ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തോട് ആമൻ നല്ല മനസാക്ഷി ഉള്ളത് കൊണ്ടാണ്. ഇത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും അനുഷ്ഠിക്കണം. സ്തോത്രം. ആട്ടെ വിവരിക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു, എല്ലാവരും മറുകര കയറി മരുഭൂമിയിൽ പ്രയാണം ചെയ്യുകയാണ്. അടിക്കപ്പെട്ട പാറയെന്ന് ശുദ്ധവെള്ളം, സ്വർഗീയ മന്ന ഇവർക്ക് പൊഴിച്ചു കൊടുത്തു. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. അപ്പോൾ മന്ന ഭുജിച്ചു, പാറയിൽ നിന്നുള്ള ശുദ്ധവെള്ളം കുടിച്ചു, അതിനു മുമ്പ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇങ്ങനല്ല ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ച് ഇവരെ പറ്റി കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുക, ഇവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മോശയോട് ചേർന്നു, സഭയിൽ വന്നു, അപ്പം തിന്നു, പാനീയമൊക്കെ പാനം ചെയ്തു. പക്ഷേ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. തന്നെയുമല്ല, ഇവരെ തെളി കിട്ടുന്നു മരുഭൂമി. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സ്നാനപ്പെടണം, എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം, എല്ലാവരും തിരുമേശ എടുക്കണം, എല്ലാവരും ആമൻ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. പക്ഷെ അതുകൊണ്ട് തൃപ്തിപ്പെടരുത്, നമ്മൾ അങ്ങ് ചെല്ലണം. ആരും പട്ടുപോകരുത്, ആരെയും തെള്ളിക്കിടരുത്. എന്തുകൊണ്ടാണ് ഇവർ മരുഭൂമിയിൽ തെള്ളിക്കിട്ട കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്? അതിന് ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യം പറയാം, അത് ഇന്നൊക്കുള്ളു. ഇവരായി മരുഭൂമിയിൽ തെള്ളിക്കിടാനുള്ള പല കാരണത്തിൽ ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങളിത് അറിയണം. ഈ കുന്നും മലയും കയറി വന്നിട്ട് അറിയാതെ പോയാലോ? അറിയണ്ടേ? പക്ഷെ ഞങ്ങൾ അതൊന്നും അറിയാനില്ല, വേറെ ചില വിഷയങ്ങൾ അറിയാനാ. അതറിയാനും പാസ്റ്ററെ ഒന്നുകൂടെ ഒന്ന് കാണാനും കൂടാ ഞങ്ങൾ. അത് പിന്നെ ഞാൻ പറയാം. ഇതിപ്പോൾ ഇത് കേക്ക് അല്ല, ഇരിപ്പൊക്കെ കണ്ടിട്ടാ ഞങ്ങൾ മറ്റേ കാര്യം നമുക്കിപ്പോൾ ഇതൊന്നറിയാം. അല്ല, ഇരിപ്പം മുഖമൊക്കെ കണ്ടിട്ടത് അങ്ങനെ തോന്നുന്നത്. നമുക്കിതൊന്നറിയാം. ഇവരെ മരുഭൂമിയിൽ തെള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അതെന്താ തെള്ളിയിടാം? ഒത്തിരി കാര്യമുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ മരുഭൂമിയിൽ പ്രയാണം ചെയ്തു വന്ന ഇവർ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, പിന്നെ ആത്മസ്നാനം പ്രാപിച്ചു, പിന്നെ തിരുമേശ എടുത്ത്, പിന്നെ ദൈവത്തെ ആരാധിച്ച ഇവർ മരുഭൂമിയിൽ തെള്ളികിട്ടു. അതെന്താ തെള്ളിയിടാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം, ഒത്തിരി ഉള്ളതിൽ ഒന്ന്, യവന്മാർ ഈ മനോഹര ദേശത്തെ അങ്ങ് നിരസിച്ചു. വായിച്ചേ 106 സങ്കീർത്തനം 24 ഇടയെന്ന് വായിക്കണം. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. മതി. അപ്പൊ ഈ തെള്ളിയിടാനുള്ളതിന്റെ പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവർ മനോഹര ദേശത്തെ
നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഇവര് നല്ല ദേശമായിരുന്നു കനാൻ. ഇപ്പം അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. കനാനിൽ പോകണമെന്നൊന്നും വലിയ താല്പര്യം, കനാനിൽ ചെല്ലണമെന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. കനാനിൽ പോകുന്നെന്നും പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിയത്. അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അത് മനോഹരമായ കനാൻ ദേശമേ ഇറങ്ങിയപ്പം ഒക്കെ അടിച്ചാ അന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പൊ കുറെ 10-25 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ അങ്ങ് ചെല്ലണമെന്നൊന്നും വലിയ താല്പര്യം എങ്ങനെയും ഈ വലിയ കാവിൽ തങ്ങി കൂടണമെന്നാ താല്പര്യം. ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു. അതെന്താ നിരസിച്ചത്? വായിച്ചേ, സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള ചില വേദശകലങ്ങൾ വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള ചില തിരുവെഴുത്തുകൾ വായിച്ചാട്ടെ. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രമാത്രം എത്രയും വളരെ ആടുമാടുകൾ. അപ്പൊ രൂബേന്യർക്കും ഗാദ്യർക്കും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ അതെ, സമയം പോകുന്നത് കൊണ്ട് എല്ലാ ഭാഗവും വായിപ്പിക്കുന്നില്ല. സംഖ്യാപുസ്തകം 32 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ രൂബേന്യർക്കും ഗാദ്യർക്കും വളരെ ആടുമാടുകളുണ്ട്. ഇവര് യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാവുന്ന ദേശം. എൻ്റെ ഭാഷ പറഞ്ഞ ആരാധിക്കാൻ കൊള്ളാവുന്ന സ്ഥലമെന്നല്ല, പിന്നെയോ ആടുമാടുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം അക്കരയ്ക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല. യോർദാൻ്റെ ഇക്കരെ വന്നപ്പം യോർദാൻ കടന്ന് ചെല്ലുമ്പോഴാണല്ലോ കനാൻ അല്ലേ? എന്തേലും ഒന്ന് പറ അല്ലേ? നിങ്ങളവിടെ പോയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ മോദമോടെന്നും ഭജിക്കും യുഗയുഗം. യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ മോദമോടെന്നും ഭജിക്കും യുഗയുഗം. വീഴാതെ നിൽക്കുവാൻ തുണ ചെയ്യണേ എന്നാത്മനായകനേ. ഈ മറുമാസം വിടാതെ നിൽക്കുവാൻ ആത്മനായകനേ. ഈ മറുവാസം യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ മോദമോടെന്നും വസിക്കും യുഗയുഗ. മോദമോടെന്നും വസിക്കും യുഗയുഗം. വീഴാതെ ആത്മനായകനേ മറു. അപ്പൊ ഇവര് യോർദാന്റെ തീരത്ത് വന്നപ്പോൾ രൂബേന്യരുടെ നേതൃത്വത്തിൽ ഗാദ്യരും പിന്നെ മനശ്ശെയുടെ പാതി ഗോത്രം, അങ്ങനെ 2.5 അങ്ങനെ പറയുന്ന 2.5. നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു പണ്ട് 5.5, അതിപ്പോ അധികം ഇല്ല. അത് 2.5, ഇവിടെ ഉണ്ടായിരുന്നത് 5.5. അത് പോട്ടെ. ഇപ്പൊ 7.5 ആയെന്ന് തോന്നുന്നു. അതാ. അപ്പൊ എന്തായാലും ഈ 2.5 ഗോത്രക്കാർ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രം, ഇവര് രൂബേന്യരുടെ നേതൃത്വത്തിൽ വന്ന് മോശയോട് വന്ന് പറയാ, അച്ഛാ ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. മോശ പറഞ്ഞേ, നമ്മളെല്ലാം കൂടെ അക്കരയ്ക്ക് പോവാന്നും പറഞ്ഞാന്നല്ലോ അവിടുന്ന് നമ്മളത് ആരംഭത്തിലൊക്കെ അതായിരുന്നു ഞങ്ങളുടെയും താല്പര്യം. പിന്നെ ഇപ്പൊ എന്നാ ഞങ്ങൾക്കൊരു ഇളക്കം? ഇപ്പം ഞങ്ങൾ ഇളക്കമല്ല, ഞങ്ങൾക്ക് ഇപ്പം ഇറങ്ങിയതുപോലൊന്നുമല്ല. ഇപ്പം ഇഷ്ടം പോലെ ആടുമാടുകളായി. ഞങ്ങൾ ചിന്തിച്ചതിലും നനച്ചതിലും അങ്ങനെയൊക്കെ ചില പ്രയോഗമുണ്ടല്ലോ. ചിന്തിച്ചതിലും നനച്ചതിലും ഉപരിയായിട്ട് ദൈവം ഞങ്ങളെ
സാക്ഷി പറയുന്നില്ല, ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വമുണ്ട്, ഹാലേലൂയ നിന്നൊരു കറക്കവും ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്ന് ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. വീട് തന്നു, വണ്ടി തന്നു, വസ്തു തന്നു, കൊച്ചുങ്ങളെ അമേരിക്കയിലും പേർഷ്യയിലും കാനഡയിലും ഒക്കെ ദൈവം അയച്ചു. അതൊന്നും തെറ്റല്ല, അയച്ചു. ഞങ്ങൾ ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം ഞങ്ങളെ നടത്തി. ഓലമേയാൻ പോലും ഇല്ലാതെ ഗതികേടായിരുന്നു. ഇപ്പോൾ 2-3 നിലയായി. രാജസ്ഥാനിൽ നിന്നാണ് മാർബിൾ കൊണ്ടുവന്ന് ഇറക്കി പണിയുവാൻ തക്കവണ്ണം ദൈവം അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പറയാം ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. മോശം വെച്ച് എന്നെ കാര്യം പറ. കാര്യം എന്നെ ആടുമാടുകൾ ഇപ്പം കണ്ടമാനം ഉണ്ട്. ഈ ഏരിയ അന്ന് ആടിനെ വളർത്താൻ പറ്റിയ സ്ഥലം, ഇഷ്ടം പോലെ പോച്ച. ഇടത്തുവായ്ക്കപ്പുറേ സ്ഥലമുണ്ട്, പോച്ചയും പച്ചയും പോച്ചയും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ തമ്പടിക്കുക. മനോഹര ദേശത്തെ നിരസിച്ചു. എന്തുവാ ഈ ദേശത്തിന്റെ വിശേഷത? മനോഹര ദേശം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും മുമ്പേ വായിച്ച 106-ാം സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യവും 16-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യവും ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ ഈ ദേശത്തിന്റെ വിശേഷത വായിച്ച് ആവർത്തനം 10-ന്റെ 11-ഉം 12-ഉം വേറെ വാക്യം അത് വായിക്കണ്ട, 8-ന്റെ 7 മുതൽ വായിച്ചേ ദേശത്തിന്റെ വിശേഷത. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയ്ക്കും മലകുന്നും പുറപ്പെടുന്ന നീരടുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിയും അത്തിയും മേതളവുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിക്കെടുക്കുന്നതുമായ ദേശം. അതാ ദേശത്തിന്റെ വിശേഷത. പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് നീ സ്തോത്രം ചെയ്യണം. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. സഹോദരി ഇനി 7 മുതൽ വായിച്ചോ. ഞാൻ ആദ്യം ഒന്ന് വായിച്ച് പറഞ്ഞതേ ഉള്ളൂ. സഹോദരിയെ വിളിച്ച് മുന്നിൽ ഇരുത്തി വെച്ച് അങ്ങേര് തന്നെ പറയുമായിരുന്നു, ഞാൻ മൈക്കുമായിട്ട് അവിടെ ചുമ്മാ കുത്തിയിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇയാളുടെ തൊഴിലിതാ എന്ന് സഹോദരി പറയത്തില്ല, വേറെ പൂള് വെച്ച് തരും. നീ എന്തിനാടി കസാരയും പൊക്കിക്കൊണ്ട് മുന്നേ പോയ അയാളുടെ തൊഴിൽ നിനക്ക് അറിയത്തില്ലെന്ന് കുരുക്കുകാർ പറയാതിരിക്കാൻ അതിനെ ഞാനങ്ങ് വെട്ടുക. സഹോദരി വായിച്ചോ, അപ്പം ഞാൻ വെള്ളവും കുടിക്കാം. വൈദ്യ നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ലിരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പം ഇപ്പൊ അങ്ങനെ തൃപ്തിയൊക്കെ പ്രാപിച്ചിരിക്കുക ഇല്ലേ? ഇഷ്ടംപോലെ ഭക്ഷിക്കാറുണ്ട്. ഭക്ഷിച്ച് പഠിച്ച് എല്ലാത്തിനും ദീനമായി. അമ്മാമ്മ 300 ഉണ്ട്. ഏതാ ഷുഗർ ഉള്ള ഐസ്ക്രീം മുഴുവൻ അങ്ങ് ഇടിച്ച് കയറ്റി കല്യാണത്തിന് പോയ പിന്നെ ഒരെണ്ണം കൂടെ താന്നാ പറയുന്നത്. ഭക്ഷിച്ചങ്ങ് ഒന്ന് ഞാനിപ്പോ പറയുന്നില്ല, ഇനി വെറുതെ ആരോഗ്യം ഉണ്ടാക്കുന്നില്ല. നീ ഭക്ഷിച്ച് പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഇത് ദൈവമക്കൾ കർക്കശമായി ചെയ്യണം, സ്തോത്രം ചെയ്യണം. കരിങ്കല്ലിനിടിച്ചാൽ സ്തോത്രം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പം അതിന് യോധനയുടെ മൂർഖം കയറിയോ? എടാ നീ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കേ. എങ്ങനെ സ്തോത്രം ചെയ്യണമെന്ന് തിരുവഴുത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞു, നിങ്ങൾക്ക് പറയുള്ള വാക്യമാ അത്യുച്ചത്തിൽ സ്തോത്രം ചെയ്തെന്നാ. അങ്ങനെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ റെഫറൻസ് ഒന്ന് വായിച്ചേ ഷൂ പാസ്റ്റേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അത്യുച്ചത്തിൽ സ്തോത്രം ചെയ്തെന്നാ. അല്ല നീ ബലൂന്റെ കാറ്റ് പോകുമ്പോൾ ഇരിക്കുകയല്ല. വായിച്ചേ,
അവർ അത്യുച്ചത്തിൽ 12 വാക്യമല്ലേ 5-ന്റെ അവർ അത്യുച്ചത്തിൽ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വേറെ പുസ്തകം പഠിക്കുന്നവർക്ക് സ്വർഗസിംഹാസനം, ആ സിംഹാസനം ഒരുവൻ ഇരിക്കുന്നു, അകത്തും പുറത്തും മുദ്രയുള്ള ഒരു പുസ്തകം കയ്യിലിരിക്കുന്നു. പുസ്തകം വാങ്ങുവാനും പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിക്കാൻ ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആരുമില്ല. അപ്പോൾ അപ്പോൾ കരഞ്ഞു. യോഹന്നാൻ കരഞ്ഞപ്പോൾ മൂപ്പന്മാർ ഒരുത്തം എന്ന് പറഞ്ഞ് കരകണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുമായ അവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ അവൻ യോഗ്യനാ. ആ യോഗ്യൻ നസറയനാകുന്ന യേശുക്രിസ്തു. ആ യോഗ്യനായ. അപ്പോൾ ഞാൻ നോക്കി, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. ആ കുഞ്ഞാടിഞ്ഞോട്ട് വന്ന് ആ വലങ്കയിൽ നിന്ന് പുസ്തകം അങ്ങോട്ട് വാങ്ങിയപ്പോൾ സാബിന്മാര്, ദൂതന്മാര്, കെറൂബികളും ദൈവത്തെ മഹത്വപ്പെടുത്തുക. 4 ജീവികൾ, ദൂതവൃന്ദങ്ങളെല്ലാം കൂടെ അത്യുച്ചത്തിൽ, അങ്ങനല്ലേ, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ. അപ്പൊ അതിന്റെ കൂടെ ഉള്ളത് ആ സ്തോത്രം. ഇത് അത്യുച്ചത്തിലാ പറഞ്ഞത്. കെറൂബികൾ, സറാബികൾ, ദൂതന്മാർ, കെറൂബുകൾ, സറാബുകൾ, ദൂതന്മാർ, സ്വർണ്ണക്കാകളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതകാർ, സ്വർണ്ണക്കാകളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതകാർ, വാനിൽ അതിഗംഭീരമാ, വാനിൽ അതിഗംഭീരമാ, ലക്ഷോപലക്ഷം ദൂതർ സേവിത, ലക്ഷോപലക്ഷം ദൂതർ സേവിത. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢനാ, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢനാ, വാനിൽ വരുന്നു വാഴ്ത്തുവീ, വാനിൽ വരുന്നു വാഴ്ത്തുവീ. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി, ഇവിടെ കയറി വരുവിനെന്നുള്ള കേട്ടിട്ട് ആശ്വാസം ലഭിക്കുവാൻ വിഘോദിക്കുന്നു ഗ്രാമ, കേട്ടിട്ട് ആശ്വാസം ലഭിക്കുവാൻ വിഘോദിക്കുന്നു ഗ്രാമ, കേൾപ്പാൻ കൊതിക്കുന്നു ഗ്രാമ, കേൾപ്പാൻ കൊതിക്കുന്നു ഗ്രാമ, ലക്ഷോപലക്ഷം ദൂതർ സേവിത, ലക്ഷോപലക്ഷം. യാതൊരു ചേർന്ന് പാടും. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢനാ, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢനാ, വാനിൽ വരുന്നു വാഴ്ത്തുവീ, കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അവ സ്തോത്രം ചെയ്യേണ്ടത് അത്യുച്ചത്തിലാണ്. മനസ്സിലായോ? ഇത് അടുത്തിരിക്കുന്നവൻ പോലും കേൾക്കരുതെന്ന് പറഞ്ഞ സ്തോത്രം വന്ന എന്നിട്ട് നോക്കാം അവൻ കേൾക്കുന്നുണ്ടോ. അവനും ഇതൊക്കെ തന്നെ സ്തോത്രം. പണ്ട് ഞങ്ങളുടെ വല്യമാർ ഏകപട എമ്പട തെറുപട ചമ്പട. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പം ശബ്ദം ഉയർത്തി വേണം, ശബ്ദം ഉയർത്തി. അതിനൊക്കെ ഞാൻ കുറച്ചുകൂടെ അഭിനന്ദിക്കുന്നു. സബ്ജക്റ്റ് ഉപദേശമല്ല വിഷയം. എരുമയിലോട്ട് നിങ്ങൾ എന്നെ പേട്ട തുള്ളുന്ന സമയത്ത് ഒരു ലജ്ജയില്ലല്ലോ, ഉണ്ടോ? അറിഞ്ഞു പിടിച്ചാ തുള്ളുന്നത്. ഇവിടെ വന്ന് ആദ്യം ഒരു പാട്ടിന് ഒന്ന് കുടഞ്ഞു, പിന്നെ ഇടയ്ക്കിരുന്നപ്പം ഒന്ന് ഞെട്ടി, ഇനി തീരുന്ന മുറിക്ക് ഒന്ന് പറപ്പിച്ചേച്ച് പോകാൻ. ചുമ്മാ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തേ, അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കേ. അപ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യണം. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം, അല്ലാതെ വള്ളം മുങ്ങിപ്പോയതുപോലെ അല്ല. ദൈവമേ സ്തോത്രം, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം, ഉച്ചത്തിൽ സ്തോത്രം ചെയ്യണം. സ്തോത്രത്തിനും സ്തുതിക്കും മഹത്വത്തിനും യോഗ്യൻ ഒരുവൻ മാത്രം, നസറായൻ. അവിടെ കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, നീ മാത്രമാണ് നിനക്ക് യോഗ്യൻ. ആരാ നിനക്ക് യോഗ്യൻ? സ്തുതികൾക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ, പുകഴ്ചക്ക് യോഗ്യൻ, അവിടുന്ന് മാത്രമായി യോഗ്യൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്.
എല്ലാവരും കൂടെ ചേർന്ന് പാടിക്കുക. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ഓ ദൈവ കുഞ്ഞാ, കൈയടിച്ച് ശബ്ദമത്. ഓ തുതിച്ചിട വെള്ളത്തിൽ ഇരഞ്ഞു പോയ എന്നാൽ പരിശുദ്ധ. ഓ തുതിച്ചിട, കൈയടിച്ച് ചേർന്ന് എന്നാൽ പരിശുദ്ധയാ. ഓ ജയമെട്ടു തോർന്ന തുതിച്ചിടോ അതിനുയോഗ്യൻ ക്രിസ്തുവേ. ഓ ജയമെട്ടു തോർന്ന തുതിച്ചിടോ അതിനുയോഗ്യൻ ക്രിസ്തുവേ. അവൻ മാധുര്യരാഗമി അവനെ പുകഴ്ത്തിയിട. ഓ മാധുര്യരാഗമ ഗ്ലോറി. ഓ മാധുര്യരാഗമി. നന്ദി കർത്താവേ, നന്ദി നന്ദി ദൈവത്തിന് മകൻ. ഓ ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകത്വം. ഓ മാധുര്യരാഗമ. ഓ മാധുര്യരാഗമ. ഓ ജീസസ്. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ആരാധനയ്ക്ക്, സ്തുതികൾക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ ഒരുവൻ മാത്രം, നാസറയനാകുന്ന യേശുക്രിസ്തു. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഈ നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഈ ദേശത്തിന്റെ വിശേഷത്തൊക്കെ അടുക്കടുക്കായിട്ട് നിന്ന് വേറെ വാക്യം കൂടെ ചേർത്ത് കോർത്ത് എൻ്റെ ശൈലി അനുസരിച്ച് തത്തുല്യമായ പഴയ പാട്ടുകൂടെ എല്ലാം കൂടെ ചേർത്താണ് ഇത് പ്രസംഗിക്കേണ്ടത്. അതിനൊന്നും നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ഇയാൾ മിക്കവാറും പറഞ്ഞ സമയത്തൊന്നും നിർത്തുമെന്ന് തോന്നുന്നില്ല. അയാൾ പയ്യെ പരിപാടി തുടങ്ങിയതേ ഉള്ളെന്നാ തോന്നുന്നു. ഇല്ലില്ല, നാളെ ഞായറാഴ്ചയാണ്, അതൊക്കെ എനിക്കറിയാം. ഞങ്ങൾക്കാണെങ്കിൽ 8 മണിക്കാണ് അവിടെ ആരാധന, അതെല്ലാം അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് നിർത്തുക. അല്ല എന്താ നമ്മുടെ സാവകാശം എന്ത് ചെയ്യും? എന്ത് ചെയ്തോ? നമുക്ക് പിന്നെ ഒരു ദിവസം യോഗം നടത്തുമ്പം അതാ നല്ലത്. ഇന്നിപ്പോൾ ഈ ഇതിൻ്റെ ബാക്കി അമ്മയ്ക്ക് ഇത്ര മതി. അമ്മ പറഞ്ഞ കുറച്ച് കാര്യം കൂടെ വേണമെന്ന്. എൻ്റെ അമ്മയെ പോലൊരു അമ്മയാണ്, അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കച്ചോടെ എടുക്കാം. ഇനി അമ്മ സങ്കടത്തോടെ തിരിച്ചു പോകണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, മനോഹര ദേശം, നല്ല ദേശമാണ്. കോതമ്പ്, യവ, മുന്തിരി, അത്തി, മാതള, ഒലിവും, തേൻ, 7 കൂട്ടം സാധനം. ഈ ഒന്നിക്കൊന്നിത് മെച്ചമാ. കോതമ്പ് കൊള്ളാമല്ലോ. എല്ലാവരും ഇപ്പം ഗോതമ്പില അല്ലേ? എണ്ണ ചേർക്കാതെ സ്തോത്രം അവിടെ വിവരിക്കുന്നില്ല. ഗോതമ്പ് അത് മെച്ചമാ, യവം അത് അതിലും മെച്ചമാ. പിന്നെ മുന്തിരി വള്ളി എന്നാണ്. വായിച്ചോ, വായിച്ചോ. മുന്തിരിവള്ളിയും അപ്പൊ മുന്തിരി അതും നല്ലതാ. ഉത്തമഗീതത്തിൽ വായിക്കുന്നത് മുന്തിരിയട നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ നീര് നൽകി എന്നെ തണുപ്പിക്കണം. അപ്പൊ ഇത് തണുപ്പും ശക്തി ഉണ്ടാക്കുന്നതാ നാരങ്ങായും മുന്തിരി. അതിൽ മുന്തിരി നല്ല സാധനമാണ്. സ്തോത്രം. അപ്പം കോതമ്പ്, യവം, മുന്തിരി, പിന്നെ അത്തി. ഇതെല്ലാം നിന്ന് പറയേണ്ട. അത്തി ഒറ്റ വാക്ക് പറയാം, രോഗശാന്തിക്ക് ഉതകുന്നതാ. അത്തിപ്പഴക്കട്ട കൊണ്ട് പരിവേ പുരട്ടിയപ്പോൾ പുള്ളിയുടെ രോഗത്തിന് രോഗശാന്തി. അപ്പൊ ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, പിന്നെ മാതളം. ഈയിടെ അടുത്തൊരാൾ പറഞ്ഞ് കൗണ്ട് കൂടുമെന്ന് പറഞ്ഞു. ബ്ലഡിന്റെ നല്ലതാണ്. പിന്നെ ആരാണ്ടൊക്കെ അത് ഉരച്ച് ദേഹത്തുമല്ല മോന്തയിലല്ല തോത്താലൊന്നും ശരിയാകില്ല. നിങ്ങൾക്ക് ആകളൊന്നും എനിക്ക് ആളൊന്നും ശരിയാകുകയല്ല. ഇതെല്ലാം കൂടെ വാരി തൂത്തെല്ലാം നടന്ന കാശ് മുടക്കാന്നല്ലാതെ തങ്കെ ഇതിൻ്റെ ഈ പരുവക്കേട് മാറണമെങ്കിൽ കാകളം അങ്ങോട്ട് തൊണിക്കണം. കാകളം തൊണിക്കുമ്പോൾ ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട്
അനുരൂപപ്പെടും. ഈ ദ്രവത്വമുള്ളത് ദ്രവത്വമില്ല, അത് അന്നേ അല്ല നീ ഇതെല്ലാം അങ്ങ് തൂത്തന്മാരി അതിലെ നടന്ന് കാജെല്ലാം മുടക്കാൻ നല്ലത് യാതൊരു ഗുണവും വരികയല്ല. ഇത് വരുന്നത് എന്നാന്ന് വെച്ചാൽ നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ അങ്ങോട്ട് നിന്ന് കാകളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ പെടേന്നൊരു ധ്വനി അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ കണ്ണി വെക്കുന്നുണ്ടെങ്കിൽ മരുന്ന് പറിച്ചു കിടന്ന തങ്ക നല്ല തങ്കം പോലെ മാറ്റുകൂടും. സ്തോത്രം. സാറ് പാടിയ പാട്ട് അറിയാമല്ലോ. പുത്തനാകും ശരീരത്തെ പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ അന്ന് ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നമ്മളെല്ലാരും മംഗളം മംഗളമായി ഓറി. ഭൂതിഗന്ധം നിറയൂമി ഭൂതിഗന്ധം നിറയൂമി വേഗം താകർ വീടുമേ വേഗം താകർ. മംഗളം മംഗളമായി വാഴും നമ്മളെല്ലാരും മംഗളം മംഗളമായി. ശ്രദ്ധിക്കുക, ഈ മട്ടും ഈ പ്രകൃതിയെല്ലാം മാറുന്നത് ദൈവമക്കളോട് ബന്ധപ്പെട്ട് കാഹളം ധ്വനിക്കുമ്പോഴാണ്. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. അന്ന് സകല വരുവക്കേടും മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തായാലും മാതളം അത് നല്ല ബ്ലഡിന്റെ കൗണ്ടൊക്കെ നിങ്ങൾ രണ്ടു ഇടയ്ക്ക് എന്നാ പറഞ്ഞു ലോകം നിർത്തണമെന്നാണോ കേൾക്കാൻ കണ്ടി അമർത്താനും പറയുന്നത്. സ്വോത്രം. ചെരിഞ്ഞു കിടന്ന് പുള്ളി നിർത്തുന്ന ലക്ഷണമൊന്നും ഇച്ചിരി അമ്മ പറഞ്ഞുകൊണ്ട് ഇച്ചിരി എടുത്തടിച്ച് നിർത്തുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, കോളമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. ഇനി വിവരിക്കുന്നില്ല, ഒത്തിരി പറയാനുണ്ട്. ഈ ദേശം ഇവർ നിരസിച്ചു. മനോഹര ദേശം നിരസിച്ചു. അപ്പൊ തമ്പുരാൻ എന്ത് ചെയ്താലിവന്മാർ നിരസിച്ച് എന്നാൽ തേണ്ട അവിടെ തള്ളി താഴെ അടക്കടാണ്. സ്തോത്രം. നമുക്കിത് വരരുത്, ആരും പട്ടുപോകരുത്. ഇറങ്ങിത്തിരിച്ചവരെല്ലാം അങ്ങ് ചെന്ന് പ്രവേശിക്കണം. എന്റെ ആഗ്രഹം, ഞാനും എൻ്റെ പ്രസംഗം കേൾക്കുന്നവരും ഈ കൃപയിൽ വന്ന സകല ആൾക്കാരും നിത്യതയിൽ കാണണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും പട്ടുപോകരുത്. കഷ്ടങ്ങൾ വരാം, രോഗങ്ങൾ വരാം, പീഡകൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, ശാരീരിക വ്യതകളും വേദനകളൊക്കെ വരാം, ആക്ഷേപങ്ങൾ വരാം, നിന്ദകൾ വരാം, അപമാനം വരാം, ഒറ്റപ്പെടലുകൾ വരാം, പലവിധമാകുന്ന ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും വരാം. ആരോട് പറയാത്ത തിങ്ങി തിങ്ങുന്ന വേദനകൾ, വിഷമസന്ധികളൊക്കെ അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ആരും പട്ടുപോകരുത്. നിന്നെ അങ്ങ് കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അത് നസറയനാകുന്ന യേശുക്രിസ്തു. ആ കർത്താവിൽ ചാരി അങ്ങ് ചെല്ലണം. സ്തോത്രം. ചെറിയാച്ചൻ പാടിയ പാട്ടിന്റെ 2 വരി പാടിയാ മതി. സ്തോത്രം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മരുഭൂമിയിൽ ആരും പട്ടുപോകരുത്. എല്ലാവരും അങ്ങ് ചെല്ലണമെങ്കിൽ യേശുവിൽ ചാരിക്കണം.
ഉത്തമഗീതത്തിൽ ഒരു വാക്യമുണ്ട്, മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ. ആ പ്രിയനെ ചാരിക്കൊണ്ട് നമുക്കെല്ലാം അങ്ങ് ചെല്ലാം. ഇവരെ മരുഭൂമിക്ക് തള്ളിയിട്ടു. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പോൾ ഒന്ന് അറിയേണ്ടത് തെള്ളിയിടാനുള്ള കാരണങ്ങളാണ്. അതിലൊരു കാര്യമേ പറഞ്ഞുള്ളൂ, അത് മതി. ഗുണവാകാനാന്ന് ഇത് മതി, ഒരു പോയിന്റ് മതി. സ്തോത്രം. ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു. നിരസിക്കരുത്, നമുക്ക് അങ്ങ് ചെല്ലണം. 2, അറിയാതിരിക്കരുത്. അടുത്തത് അറിയേണ്ട ഒരു 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്തുക. അറിയേണ്ട 2ാമത്തെ കാര്യം വായിച്ചേ സഹോദരി. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ അതിന്റെ 12-ന്റെ 1 വായിച്ചേ. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. അയ്യോ സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. നിങ്ങളെ വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. വരങ്ങളുണ്ട്, നിന്നിട്ടില്ല. മനസ്സിലായോ? പ്രവചനം ഇപ്പോഴും ഉണ്ട്, നിന്നിട്ടില്ല. കള്ളനാണയ തൊട്ടുകൾ കാണും, അതവിടെ നിൽക്കട്ടെ, പക്ഷെ നിന്നിട്ടില്ല. അന്യഭാഷ നിന്നിട്ടില്ല. നിന്നെന്ന് ചിലര് പറയുന്നു. ബാധിക്കാൻ ഒന്നുമില്ല, നിന്നിട്ടില്ല. തർക്കിക്കാനാന്ന് 2 കൂട്ടർക്കും ഇഷ്ടം പോലെ. അയ്യോ, ഗുരുവും ശിഷ്യനും കൂടെ നിന്ന് അറിഞ്ഞു പിടിച്ച കണ്ണനം. ഗുരു ആറാട്ടുപുഴ കണ്ണിക്കുമ്പോൾ ശിഷ്യൻ കുമ്പനാട് നിന്ന് കണ്ണിക്കും. ഗുരു അതിലേക്കൂടെ വന്ന് മാരാമണ്ണ് മണക്ക് നിന്ന് കണ്ണിക്കുമ്പം ശിഷ്യൻ ഭൂവത്തൂര് എന്ന് കണ്ണിക്കും. അത് കഴിയുമ്പം ഗുരു നേരെ റാന്നി വന്ന് കണ്ണിച്ചപ്പോൾ ശിഷ്യൻ നെല്ലിക്കാമണ് എന്ന് കണ്ണിച്ചു. മനസ്സിലായല്ലോ? ഗുരു റാന്നി പാലത്തിന് അക്കരെ എന്ന്, കടവിന് അക്കരെ എന്ന് കണ്ണിച്ചപ്പോൾ ശിഷ്യൻ ഇക്കരെ പന്തലിട്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഗുരുവിൻ്റെ കയ്യിലും ഇഷ്ടം പോലെ വാക്യമുണ്ട് നിന്ന് പോയെന്ന്, ശിഷ്യൻ്റെ കയ്യിലും ഇഷ്ടം പോലെ വാക്യമുണ്ട് നിന്നിട്ടില്ലെന്ന്. ഇന്ന് വരെ 2 തർക്കം നടക്കുക. അതുകൊണ്ട് ഞാൻ തർക്കിക്കാനും ബാധിക്കാനുമില്ല. ബേജ ഇത് നിന്നിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടിയില്ലെന്നേ ഉള്ളൂ. അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തരും. ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കണ്ണനം തുടങ്ങിയ അവസാനം കണ്ണനമല്ലല്ലോ, പിന്നെ കുടുംബ ചരിത്രമാണ് പറയുന്നത്. എനിക്ക് നിന്നെ അറിയാം, നിന്റെ പഴയ ചരിത്രം. മറുഭാഷ തുടങ്ങിയതാ, അവസാനം വന്നത് അവന്റെ പെമ്പള പോയ ചരിത്രം വരെ പറഞ്ഞു. വെറുതെ എന്തിനാ? നിന്റെ മൂത്ത മോടെ കല്യാണം ഞാനിപ്പം പൊളിക്കണോ? മറുഭാഷ തുടങ്ങിയതാ. നീ ഏത് ജാതിയാന്ന് ഞാനിപ്പം അന്യഭാഷ തുടങ്ങിയതാ. എന്തിനാ അങ്ങോട്ട് കൊണ്ട് ചെളി വാരി അറിയുന്നേ? അത് നിർത്തിയേച്ച് പ്രാർത്ഥിര്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദിയൊന്നുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കും. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ. അതുകൊണ്ട് തർക്കിക്കാനും ബാധിക്കാനുമില്ല. കൃപാവരം ഒന്നും നിന്നിട്ടില്ല. സ്തോത്രം. നിങ്ങൾ ഇത് അറിയാതിരിക്കരുത്. നിന്നൊക്കെ ചെല്ല് പറയുമ്പം അതവിടെ നിൽക്കട്ടെ. കർത്താവിന് മഹത്വം. അന്യഭാഷ നിന്നിട്ടില്ല, പ്രവചനം നിന്നിട്ടില്ല, വീര്യപ്രവൃത്തി നിന്നിട്ടില്ല, രോഗശാന്തി ഇപ്പോഴും ഉണ്ട്, ഇന്നുമുണ്ട്. അത്ഭുതങ്ങൾ യേശു അത്ഭുതം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പൊക്കെ കാണുക, അതൊക്കെ കാര്യം തീർക്കുന്ന നാളെ അവർ നമ്മെ തീർത്തോളൂ. ഇതൊന്നും നിന്നിട്ടില്ല. ഇപ്പോഴും യേശു സൗഖ്യമാക്കുന്നുണ്ട്. ഇപ്പോഴും മരിച്ചവർ ഉയർക്കുന്നുണ്ട്. ഇപ്പോഴും മാറാ രോഗത്തിൽ അടിമപ്പെട്ടവർ വിടുതൽ പ്രാപിക്കുന്നുണ്ട്. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കിഡ്നി സംബന്ധമായി, ഹാർട്ട് സംബന്ധമായി എന്തെല്ലാം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവർ ഒരു ചെറിയ അനക്കം മാത്രമിട്ട് വീട്ടിൽ കൊണ്ടുവന്നവർ ദൈവമക്കൾ ചെന്ന് കൃപയുള്ള അഭിഷേകമുള്ള പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ചെന്ന് പ്രാർത്ഥിച്ച് എത്ര പേർക്ക് ദൈവം സൗഖ്യം കൊടുത്തു. ഇന്നും രോഗശാന്തി കൊണ്ട് വിശ്വസിക്കുന്നവരാലെ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ കൈവച്ച സൗഖ്യം വരും. അവൻ പുതുഭാഷകളിൽ സംസാരിക്കും. എൻ്റെ ഭാഷ പറഞ്ഞ് മരണകരമായി അന്ന് കുടിച്ചാലും കടിച്ചാലും നിനക്ക് ഹാനി വരികയില്ല. ഇന്നും കൃപാവരം നിന്നിട്ടില്ല. ഇത് തീർന്നു പോയിട്ടില്ല. ഈ കാര്യം അറിയാതിരിക്കരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അറിയാതിരിക്കരുത്. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്തുന്നുള്ള പ്രസംഗിക്കുന്നില്ല. 9 മണി കഴിഞ്ഞോ? 9:30 മതി. ഗുണമാകാനെന്ന് ഇതൊക്കെ മതി. ഒരു വാക്യം കൂടെ വായിച്ച. അതോ ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞാലേ ഞാൻ ഗുണപ്പെടൂ, അങ്ങനുണ്ടോ? ഇല്ല, ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തിയേക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട്. ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ച സഹോദരി.
തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് കണ്ണിക തുടങ്ങുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. മതി. അപ്പോൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതെ ഇരിക്കരുത്. ഒന്ന്, അവരെ തെള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. 2, കൃപാവരങ്ങളെ പറ്റി നിങ്ങൾ അറിയാതിരിക്കരുത്. 3, കർത്താവിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയാതിരിക്കരുത്. വിശദീകരിക്കേണ്ട ഭാഗം അതൊന്നും ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒറ്റ വാക്ക് പറഞ്ഞങ്ങ് നിർത്താം. നമ്മുടെ മാതാവോ പിതാവോ സഹോദരങ്ങളോ മക്കളോ വേണ്ടപ്പെട്ടവരൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വിശ്വാസത്തിൽ മരിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അവരെ പറ്റി നിങ്ങൾ അറിയാതിരിക്കരുത്. അവരെന്നേക്കുമായി പോയതല്ല, അവരിപ്പോൾ നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുക. സ്തോത്രം. മുമ്പേ ഓർപ്പിച്ചല്ലോ, ഇനി ദൈവസഭയോട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ഏറ്റവും വിശേഷമായ കാര്യം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാണ്. സ്തോത്രം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഏകവചനമാ. ഉള്ളവരെന്നല്ല, വരുവാനുള്ളവൻ ഒരുവനെ ഇനിയും വരാനുള്ളൂ. അത് നസറയനാകുന്ന യേശുക്രിസ്തു. അവിടുന്ന് വരും. അവിടുന്ന് വരുമ്പോൾ കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അന്ന് ഞാനും നിങ്ങളും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ കർത്താവിനെ സേവിച്ചു നിൽക്കുന്നെങ്കിൽ നമുക്ക് രൂപാന്തരമുണ്ടാകും. 2 കൂട്ടരും ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരാറ്റുയർക്കും. ഈ താഴ്ചകളുടെ ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെടും. അവനെ താൻ ഇരിക്കുമ്പോൾ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. നമ്മുടെ പ്രത്യാശ ഇന്ന് രാത്രി വർദ്ധിക്കട്ടെ. നമ്മുടെ പ്രത്യാശ ഇന്ന് രാത്രി വർദ്ധിക്കട്ടെ. കാഹളം ധ്വനിക്കാറായി, യേശു വരാറായി, തിരുസഭ എടുക്കപ്പെടാറായി, കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കാറായി. ഇന്ന് രാത്രി പ്രത്യാശയോടെ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ദൈവം അനുവദിച്ചാൽ സാവു പാസ്റ്ററിന് യോഗം വെക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചു കൂടി ഏറെ സമയം വചനം ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രത്യാശയോടെ ഇന്ന് രാത്രി മടങ്ങി പോകണം. എല്ലാവരും പ്രത്യാശയോടെ പോകണം. സ്തോത്രം. പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ പതുക്കെ അങ്ങ് ഇറങ്ങിപ്പോകും. പാടി നമുക്ക് നേരത്തെ ഇറങ്ങുന്നതായിരിക്കും. എല്ലാം ഉരുണ്ട് വീടും എന്ന് പറഞ്ഞ് അവിടെ നിൽക്കേ 2 ശീല് പാട്ട് നമുക്ക് പാടി അതിന് ശേഷമായിട്ട് ഒന്നിച്ച് സ്തോത്രം ചെയ്ത് വേണം പിരിയാൻ. 2 ശീല് പാട്ട്, പഴയ പാട്ട് അറിയാവുന്നവർ ചേർന്ന് പാടി താളത്തിൽ കൈയടിച്ച് ഇന്ന് രാത്രി നമുക്ക് ഈ യോഗം അങ്ങ് പ്രാർത്ഥിച്ചു നടത്തും. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന്. ലോകമാകെ ഇളകുന്നേ, രാജ്യഞ്ഞേട്ട് വിറകുന്നേ. ലോകമാകെ ഇളകുന്നേ, രാജ്യഞ്ഞേട്ട് വിറകുന്നേ. വിശുദ്ധ ഗണങ്ങൾ നോടി നേരം അന്നിൽ ഉയർത്തു, മണ്ണിൽ ഉയരെ പോകും. വിശുദ്ധ ഗണങ്ങൾ നോടി നേരം തന്നിൽ മണ്ണിൽ നിന്ന് ഉയരെ പോകും. ഓർത്തു ധ്യാനിക്കും തോറും എന്നാശ ഏറി വരുന്നേ. ഓർത്തു ധ്യാനിക്കും തോറും എന്നാശ ഏറി വരുന്നേ. വരുമേ തിരുവായി ഒഴിഞ്ഞവൻ അരുളിയ പോൽ വചനം നിറവേറ്റാൻ അന്ന് സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടു വിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ട് വിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടു വിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടന്നു കാണാൻ എൻ്റെ വീട്ടിലെന്നെത്താ. സ്വർഗീയ നാടന്നു കാണാൻ എൻ്റെ വീട്ടിലെന്നെത്താ. നവയറുശലേം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയം. ഓ നവയറുശലേം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയം. ഓർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശ ഏറി വരുന്നേ. സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശ ഏറി
ഓ തൊട്ടു വീരുന്നു ശാലയിൽ പോയി പന്തിയിലിരുത്താം. വീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കൊണ്ട് വീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താം. ഓ കാന്താ വരവു കാത്തു കാത്തു ഞങ്ങളെ തണൽ പാർത്തിടണം. കാന്താ വരവു കാത്തു കാത്തു ഞങ്ങൾ എത്ര പാർത്തിടണം. ഓ എത്രയോ കാലമായി നോക്കി നോക്കി പാൽ മാത്രയും മാറാള്. ഓ എത്രയോ കാലമായി നോക്കി നോക്കി പാൽ മാത്രയും കാത്തു നിന്നിടുന്നു എന്നു നീ വന്നു കണ്ടിടും. പൊന്മുഖം ഒന്ന് ചുംബിക്കുക എന്നു നീ വന്നു കണ്ടിടും. പൊന്മുഖം ഒന്ന് ചുംബിക്കുക. വരുമേ ഇരുവായി മടിഞ്ഞവൻ അരുളിയ പോൽ വചനം നിറവേറ്റാൻ അന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിൽ എടുപ്പാൻ കൊണ്ടു വീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടു വീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ഞാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടു വീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടു വീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ഞാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടു വീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടു വീരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഓ ഗ്ലോറി 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം 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 ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് Oh, Jesus, hallelujah. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. യേശുവേ കൃപ യേശുവേ കൃപ യേശുവേ കൃപ യേശുവേ കൃപ 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 കൃപ. Oh, Lord Jesus. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം കർത്തദാസൻ ഓർപ്പിക്കുന്നു. ബിന്ദു എന്ന് പറയുന്ന ഒരു മാന്യ സഹോദരി മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലെക്കുന്നു. സൗഖ്യത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങൾ ഒരുമിച്ച് വിടുതൽ വിടുതൽ യേശുവിന്റെ നാമത്തിൽ. മെഡിക്കൽ കോളേജിലായിരിക്കുന്ന സഹോദരന് മേൽ ദൈവശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഈ കൺവെൻഷൻ യോഗത്തിൽ കടന്നു വന്ന അഭിഷക്തന്മാർ ഒരുമിച്ച് ദാസിയുടെ മേൽ പിടിച്ചിരിക്കുന്ന എല്ലാ രോഗശക്തികളെയും പ്രവർത്തിക്കായി ഏൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ആ ഉയർത്തപ്പെട്ട കരത്തോട് ചേർന്ന് പാടാ. എന്ന് കാണാം ഇനി എന്നു കാണാം എന്റെ രക്ഷകനായ എന്നു കാണാം എന്നു കാണാം ഇനി എന്നു കാണാം എന്റെ രക്ഷ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി
നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ഇന്ന് രാത്രി ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസനും ഇവിടുത്തെ ലോക്കൽ സഭയ്ക്കും അതിൻ്റെ ചുമതലപ്പെട്ടവർക്കല്ല നന്ദി. വിശേഷിച്ച് കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്ക്, നിങ്ങൾ കസാരയില്ലാതെ പലരും അനേകരവിടെ നിൽക്കുകയായിരുന്നു. ഇത്രയും പേര് വരുമെന്ന് അദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ച് കാണുകയില്ല, അതുകൊണ്ട് ആ കസാര എടുക്കുക. എന്നാലും നിങ്ങൾ ഇത്രയും സമയം നിന്ന് ഈ വചനം കേട്ടല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരപേക്ഷ നിങ്ങൾ ഓർക്കുമ്പം, കുടുംബ പ്രാർത്ഥനയിലും രഹസ്യ പ്രാർത്ഥനയിലുമൊക്കെ ഓർക്കുമ്പം എളിയവനെയും ശുശ്രൂഷകളെയും വിശേഷിച്ച് തിരുവല്ല അഹപ്പുറം ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.